കാരണം എഴുതി വെച്ചു, ജോസ് കെ മാണി പാലാ നിയോജകമണ്ഡലത്തിൽ 30,000 കൂടുതൽ വോട്ട് പിടിക്കില്ല. കാരണം ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് പറയാം. പല പ്രസ്താവനയും എഴുതി വെച്ചിട്ട് കീറിക്കളയേണ്ടി വന്നിട്ടുണ്ട് 1000 പ്രാവശ്യം. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെയല്ല. എൻ്റെ മനസ്സിനൊത്തു നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം BJPയും RSSും എനിക്ക് നൽകുന്നുണ്ട്. കേരള കോൺഗ്രസ്സുകാർക്കും ഒന്നും എന്തേ പള്ളിരുത്തി സ്കൂളിലായിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രണ്ടിനുടനെ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കുമല്ലോ. പച്ചയായിട്ട് കേരള സംസ്ഥാനത്ത് നടന്ന ഒരു ക്രൈസ്തവ വേട്ടയായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവിടെ പറയാൻ പാടില്ലെങ്കിൽ പോലും ഞാനത് പറയേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് വെറുതെ BJPയിൽ ചേരാൻ PC ജോർജ് തീരുമാനമെടുത്ത പോട്ടെ, പക്ഷേ ഷോൺ ജോർജിനെ ഞങ്ങൾ അങ്ങനെയല്ല കരുതി. ഷോൺ ജോർജ് ഒത്തിരി ഭാവിയുള്ള ചെറുപ്പക്കാരനായിരുന്നു, വെറുതെ അത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. തോളി കൈയിട്ട് നിൽക്കുന്ന ഒരു പടം വന്നു, ഞങ്ങൾ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചില്ല എന്നുള്ളൂ. ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി ഇവരെല്ലാം അവിടെ വന്ന്, ഇവിടുത്തെ MPമാരെല്ലാം അവിടെ വന്നു. ഇവരൊന്ന് പുറത്തിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാർത്ത വരും, പത്രസമ്മേളനം നടത്തും, പോയിരിക്കും. അവർക്ക് ഒരു റോളും ഇല്ല അവിടെ. ഒരു 2 മാസക്കാലം അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയായിരുന്നു. പിന്നെ എല്ലാ ഇടവകളിൽ നിന്നും മുനമ്പത്തിൻ്റെ പിന്തുണയായി എത്തി. തട്ടിപ്പിതാവ് ഈ പച്ചയ്ക്ക് പ്രസംഗിച്ച് മാറ്റി വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നൊരു ആ നിയമം നിർമ്മിക്കപ്പെട്ടു. മുനമ്പം ജനതയെ വഴിയാധാരമാക്കിയ സെക്ഷൻ 41 ഇന്നവിടെ ഇല്ല. സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ കക്ഷിയായി ഈ കേസിൽ നിലവിലുള്ള നിയമപ്രകാരം മുനമ്പം വക്കഭൂമിയല്ല എന്ന് കൊടുത്താൽ പിന്നെ ജീവിതത്തിൽ ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അന്തിമ വിധിയാണ്. UAEയോടും സൗദിയോടും പോലും മലയാളിക്ക് കൂറില്ല, അല്ലെങ്കിൽ ഈ CPMനോ കോൺഗ്രസിനോ കൂറില്ല. അവർക്ക് ഇറാനോടാണ് കൂറ്. അതെനിക്ക് മനസ്സിലായി. ഇറാൻ മലയാളി ആരെല്ലാം ഉണ്ടോ? മലയാളിയില്ല. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് പ്രീണനമാണ് ലക്ഷ്യം, അല്ലാതെ മലയാളിയല്ല ഇവരുടെ ലക്ഷ്യം, മുസ്ലിം അല്ല ഇവർക്ക് ലക്ഷ്യം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈരാറ്റുപേട്ടയെ സുരക്ഷ ജീവിക്കാൻ പറ്റും? അച്ഛന് തോക്കുണ്ട്, ഷോണിന് തോക്കില്ലല്ലോ. നാക്കുണ്ട്. എന്നാലും ഷോൺ ജോർജോ PC ജോർജിനെയോ കല്യാണം വിളിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല ഈരാറ്റുപേട്ടയിലെ 3 മഹലുകളിൽ. ആണോ? അതറിയോ? ഈ മഹലുകളിലുള്ളവരാരും SDPക്കാരല്ലോ, പക്ഷേ അവർക്കെല്ലാം SDP പേടിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ചേട്ടനത് അംഗീകരിക്കില്ല. അതാണ് കാരണം കുറച്ചൊക്കെ ചേട്ടൻ അറിയാം. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ ഷോൺ ജോർജ് ജയിക്കും. ചിരിച്ചുണ്ടോ? ആഗ്രഹമല്ല, നടക്കാൻ പോകുന്ന കാര്യം. അതെങ്ങനെ നടക്കും? നമസ്കാരം, മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഷോൺ ജോർജ് എന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നമസ്കാരം ഷോൺ. നമസ്കാരം. നമ്മൾ തമ്മിൽ ഇരുന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിലധികമായി തോന്നുന്നു. 2 വർഷം അടുത്തായി ആവുന്നു. ഇപ്പോൾ ഷോൺ BJPയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 2 വർഷം ഇപ്പോൾ പലരും പറയാറുള്ളത് BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദു പാർട്ടിയിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈയാൻ പാർട്ടിയെ പോലെ ആളുകളെ ആകർഷിക്കും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ 2 കൊല്ലത്തെ BJP അനുഭവം അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? വളരെ കൃത്യമായി പറഞ്ഞാൽ 25 മാസവും 5 ദിവസവുമായി ഞാൻ BJPയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഞാനത് എണ്ണുമ്പോൾ തന്നെ അറിയാമല്ലോ, എനിക്ക് ഓരോ ദിവസവും BJPയിൽ ഓരോ സംഭവങ്ങളാണ്. കഴിഞ്ഞ 16 വയസ്സ് മുതലെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. ഇവർക്ക് ഓൾമോസ്റ്റ് ഒരു 27 വർഷം എന്ന് പറയാം. 16 വയസ്സ് മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ചേട്ടൻ അറിയാം. എൻ്റെ ഈ 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ 25 വർഷവും എൻ്റെ മനസ്സിനൊത്തല്ല ഞാൻ പ്രവർത്തിച്ചിരുന്നത്. പല പ്രസ്താവനയും എഴുതി വെച്ചിട്ട് കീറിക്കളയേണ്ടി വന്നിട്ടുണ്ട് 1000 പ്രാവശ്യം. അത് പല വിഷയങ്ങളിൽ. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെയല്ല. എൻ്റെ മനസ്സിനൊത്തു നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അത് BJPയും RSSും എനിക്ക് നൽകുന്നുണ്ട്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അത് ഈ 2 വർഷക്കാലം കൊണ്ട്, 2 വർഷം മുമ്പ് ഷോൺ ജോർജ് ആരായിരുന്നു, ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഷോൺ ജോർജ് എത്രമാത്രം പൊതുസമൂഹത്തിൽ എത്രയോ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ള വലിയ സ്പേസ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ആ ചോദ്യം തന്നെ ഒരു കുപ്രചരണമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഷോൺ ജോർജ്? ഒരു ക്രിസ്ത്യാനിയായ ഷോൺ ജോർജ് വെറും ഒരു നാമമാത്ര ക്രിസ്ത്യാനിയല്ല, പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്. കൃത്യമായ വിശ്വാസമുള്ള ക്രിസ്ത്യാനികാരനായ ക്രിസ്ത്യാനി. അതെ. ആ ഒരാൾക്ക് എങ്ങനെയാണ് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? എൻ്റെ വിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം എൻ്റെ പാർട്ടി പറയുന്നിടത്തല്ലേ എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവുള്ളൂ. എൻ്റെ വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJP മാത്രമല്ല. BJPയെക്കുറിച്ച് അത്ര വലിയ RSSനെ കുറിച്ചാണല്ലോ ഇപ്പോൾ പറയുന്ന ഒരു ആരോപണം നിൽക്കുന്നത്. എൻ്റെ വിശ്വാസങ്ങൾക്ക് എനിക്ക് ഏറ്റവും ബഹുമാനം കിട്ടിയിട്ടുള്ള RSS എന്നാണ്.
അവരൊരിക്കലും മറ്റൊരു അത് ഈ ക്രിസ്ത്യൻ മാത്രമല്ല, അവർ മുസ്ലിം വിശ്വാസത്തിനെതിരല്ല. ഒറ്റ കണ്ടീഷനുള്ളൂ, രാജ്യവിരുദ്ധമാകാൻ പാടില്ല ഏത് വിശ്വാസങ്ങളും. ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിൻ്റെ അവകാശങ്ങളെയും കനിക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ആർസ് പറയുള്ളൂ. വിശ്വാസികളെ എല്ലാം, അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും, ആ വിശ്വാസങ്ങളെല്ലാം സ്വീകരിക്കുന്നവരാണ് RSSൻ്റെ ഒരു നയം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എങ്കിൽ പോലും ഞാനത് പറയേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പപ്പേട്ടൻ അമിത്ഷാജിയുടെ ഒരു ചോദ്യം ചോദിച്ചു. അമിത്ഷാജി, നമ്മളെ എല്ലാവരും ഈ മുസ്ലിം വിരോധികളായിട്ടാണല്ലോ വെക്കുന്നത്. നമ്മളിപ്പോഴും ഒരു മുസ്ലിം വിരോധ പാർട്ടിയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്താ ചെയ്യുക? അതിനെന്താ നമ്മൾ മറുപടി പറയേണ്ടത്? ഒരു ക്വസ്റ്റ്യനാണ്. അമിത്ഷാജി ഒറ്റ സെക്കൻഡിൽ പറഞ്ഞു, ഞാൻ എഗ്രി ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ നിലപാട് എന്താണെന്ന് ജനങ്ങളോട് പറയും, ജനങ്ങൾക്ക് അത് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, an appeasement to a community is an injustice to another community. ഒരു മതവിഭാഗത്തോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഭരണകൂടമോ പ്രീണനം കാണിച്ചാൽ അത് മറ്റൊരു മതവിഭാഗത്തോടുള്ള അനീതിയാണ്. അതിനെ BJP എന്നും എതിർക്കും. കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും അധികം നടന്നു വന്ന അതാണ്. അത് BJP എതിർത്തതുണ്ട്. ആ എതിർപ്പിനെ മുസ്ലിം വിരുദ്ധതയായി അവർ ചിത്രീകരിക്കട്ടെ, നമുക്കൊന്നും ചെയ്യാനില്ല. നാളെ ഇത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സമുദായം, ആ ഹൈന്ദവ സമുദായമോ ക്രിസ്ത്യൻ സമുദായമോ നാളെ മുസ്ലിമിനെതിരെ ഇത് ചെയ്താലും BJP അത് തെറ്റാണെന്ന് പറയും. അതാണ് BJPയുടെ നയം. BJP ഹിന്ദു പ്രീണനം നടത്തുന്നില്ലേ? ഇപ്പം നമ്മൾ അയോധ്യ ക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണല്ലോ ഒരു അവിടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് മുമ്പ് ഒരു അനീതി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിനെ തിരുത്തുക എന്നുള്ളതല്ലേ BJP ചെയ്തത്. അപ്പോൾ അമിത്ഷാജി പറഞ്ഞത് ശരിയല്ലേ? ആ അർത്ഥത്തിൽ ഒരു തിരുത്തലായിട്ട് ഇതിനെ കണ്ടു. തീർച്ചയായിട്ടും. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ BJP പ്രവർത്തിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്? ഈ നിമിഷം വരെ ഞാൻ അരിയുത്തറ ഇടവകക്കാരനാണ്. ഞാൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും എനിക്ക് കിട്ടാത്ത വലിയ സ്വാതന്ത്ര്യം എനിക്ക് BJPയിൽ, എൻ്റെ മതസ്വാതന്ത്ര്യം, എൻ്റെ മതവിശ്വാസത്തിന് വലിയ സ്വാതന്ത്ര്യവും അർത്ഥവും, അതിലുപരി അതിനോടൊപ്പം നിന്ന് പ്രതികരിക്കാൻ എനിക്ക് കഴിഞ്ഞത് BJPയിൽ വന്നതിന് ശേഷമാണ്. ഈ BJPക്കാരൻ എന്ന നിലയിൽ പള്ളിയിലൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ടോ? അത് വിശ്വാസികൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു? നേരെ തിരിച്ചാണിപ്പോൾ. അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നോട് ഞാൻ BJPയിൽ ചേരാൻ തീരുമാനമെടുത്തപ്പോൾ ധാരാളം ആളുകൾ എന്നോട്, എന്നാൽ പ്രത്യേകിച്ച് പത്രപ്രവർത്തക രംഗത്ത് മാധ്യമ രംഗത്തൊക്കെയുള്ള ധാരാളം ആളുകൾ, നല്ല ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്, അതെ, അത് വെറുതെ BJPയിൽ ചേരാൻ PC ജോർജ് തീരുമാനമെടുത്ത പോട്ടെ, പക്ഷേ ഷോൺ ജോർജിനെ ഞങ്ങൾ അങ്ങനെയല്ല കരുതി. ഷോൺ ജോർജ് ഒത്തിരി ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു, വെറുതെ അത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അത് സ്നേഹം കൊണ്ട് പറഞ്ഞവരുണ്ട്, സഹതാപം കൊണ്ട് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇന്ന് ആരെങ്കിലും എന്നെക്കുറിച്ച് അത് പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ഇന്ന് ആ പറഞ്ഞവരിൽ നല്ലൊരു ശതമാനം എന്നോട് വിളിച്ച് ഷോൺ എടുത്ത തീരുമാനം ഇത്രയും ശരിയായിരുന്നു, അല്ലെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞവരാണ്, എന്നോട് മാറ്റി പറഞ്ഞവരാണ് 90%. ഈ സഭാ നേതൃത്വത്തിൻ്റെ സമീപനം എന്താണ്? ഇപ്പം മെത്രാന്മാർ, അച്ഛന്മാരെയൊക്കെ മൊത്തത്തിൽ BJPയുടെ സമീപനം എന്താണ്? ഷോണിനോടുള്ള സമീപനം എന്താണ്? BJPയോടുള്ള സമീപനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2, എന്നോടുള്ള സമീപനം. തീർച്ചയായിട്ടും ഞാൻ BJPയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങളിൽ സഭയ്ക്ക് വേണ്ടി സഭയുടെ ഒരു മുഖമായി നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ ഒരാവശ്യം വന്നാൽ ഇന്ന് ആദ്യത്തെ കോൾ വരുന്നത് എനിക്കാണ്. ആ ഒരു അഭിമാനമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ സഭയുടെ ഒരു വക്താവ് പോലെ അല്ല എങ്കിൽ പോലും സഭയുടെ ഒരു മുഖമായി BJPയിൽ നിൽക്കാനും BJPയുടെ ഒരു മുഖമായി സഭയിൽ നിൽക്കാനും എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിമാനമായി ഞാനിപ്പോൾ കാണുന്നു. ഷോൺ മത്സരിക്കുമ്പോൾ സഭ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ പിതാവ്, എൻ്റെ അപ്പനേക്കാൾ എന്ന് വേണേൽ പറയാം, അത്രയും ബഹുമാനത്തോടു കൂടി കാണുന്ന എൻ്റെ കലറങ്ങേട്ട പിതാവ്. ഞാൻ പിതാവിനെ പോയി കണ്ട് പിതാവെ, ഞാനിങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏത് കാര്യവും പിതാവിനോട് ചോദിക്കാതെ ചെയ്യാറില്ല. പിതാവ് ഒന്നും പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പിതാവെ, 3 പേരും പാലാ രൂപതക്കാരാണ്. 3 പേരും ഈ രൂപതയിലെ അങ്ങയുടെ കുഞ്ഞാടുകളാണ്. അങ്ങയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും മാത്രം എനിക്ക് മതി. അങ്ങയുടെ സ്വാഭാവികമായിട്ട് അങ്ങനെ പൊളിറ്റിക്കലി നിലപാടൊന്നും സഭ ഒരിക്കലും സ്വീകരിക്കില്ല. അങ്ങനെ അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ടാകണം മാത്രമേ ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെ നിലപാടെടുക്കേണ്ട കാര്യമില്ല.
ഞാൻ അങ്ങനെ ഒരു നിലപാടെടുത്താൽ അതെനിക്ക് അനുകൂലമായിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ പിതാവ് എന്താ പറയുന്നത്, പിതാവ് അങ്ങനെ നിൽക്കേണ്ട ആളാണ് അല്ലേ, എല്ലാവരെയും ഒരുപോലെ അങ്ങനെ നിൽക്കുന്ന ആളാണ്. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റ്, 1% തെറ്റ് നമുക്ക് ഒരു കാര്യത്തിലും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും 1% തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരാളാണ് കല്ലറങ്ങാട്ട് പിതാവ്. അപ്പോൾ ആ പിതാവ് അങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പിതാവിൻ്റെ ഞാൻ ഇതേ ചോദിച്ചോളൂ പിതാവിനോട്, പിതാവിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എനിക്കുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം എല്ലാവരെയും പിതാവ് ബാലൻസ് ചെയ്യണമല്ലോ. ഈ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായപ്പോൾ അതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് അതിലേക്ക്? ഛത്തീസ്ഗഡിൽ വിഷയം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഈ നാഷണൽ ലെവലിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി CBCIയിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. സ്വാഭാവികമായും അന്ന് ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എന്നോട് ആദ്യം വിളിച്ചപ്പോൾ തന്നെ വൈകുന്നേരം 7 മണിയായി. 7 മണിക്ക് ശേഷം ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോഴേ ഞാൻ രാജീവേട്ടനെ വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. എനിക്കൊരു നോട്ട് കൃത്യമായിട്ടുണ്ടാക്കി, എന്തൊക്കെയാണ് വിഷയം, എവിടെയാണ് സംഭവം, നമുക്കറിയത്തില്ല. ആപ്പാട് ഛത്തീസ്ഗഡ് എന്നറിയാമെന്നല്ല മറ്റൊന്നും അറിയത്തില്ല. ദുർഗ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് എനിക്ക് നോട്ടുണ്ടാക്കി അയക്കാൻ പറഞ്ഞു. ഞാൻ CBCIയിൽ നിന്ന് തന്നെ അവിടുത്തെ ഒരു അച്ഛൻ്റെ നമ്പർ തന്നു. അച്ഛനെ വിളിച്ചിട്ട് ഇവിടുന്ന് ഒരു നോട്ടുണ്ടാക്കി ഞാൻ അയച്ചു. അപ്പോഴത്തേനും റിമാൻഡ് ആയിപ്പോയി, അറിഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഷോൺ പിറ്റേ ദിവസം രാവിലെ പോകാൻ പറഞ്ഞു. അപ്പം പപ്പ ഹോസ്പിറ്റലാണ്. പപ്പയ്ക്ക് H1N1 പനി പിടിച്ച് പപ്പ ഹോസ്പിറ്റലാണ്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അനൂപ് ആൻ്റണി പോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഫറൻസ് കോൾ ഇടാൻ പറഞ്ഞു. അനൂപിനെ വിളിച്ചിട്ട് ഞാൻ അനൂപിൻ്റെ അടുത്ത് ഞങ്ങൾ കോൺഫറൻസ് കോളിൽ നിന്ന് കാര്യങ്ങൾ ഞാൻ അനൂപിൻ്റെ അടുത്ത് പറഞ്ഞു. അനൂപ് പിറ്റേ ദിവസം രാവിലെ തന്നെ അനൂപ് ഛത്തീസ്ഗഡിൽ പോയി. കാരണം അവിടെ അനൂപ് ചെന്നു, അത്യാവശ്യം ലൈസൺ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് പാർലമെൻറ്റിൽ വന്നു. കോൺഗ്രസ് ഒരു വലിയ ആയുധമാക്കുന്നു, അങ്ങോട്ട് ഡെലിഗേഷൻ പോകുന്നു, ഭയങ്കര ബഹളം. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളൊരു അന്ന് ഈ എല്ലാ ദിവസവും ഞങ്ങൾ കോൺഫറൻസിലാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച എന്നോട് പറഞ്ഞു ഷോണും കൂടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ തിങ്കളാഴ്ച ഞാനും കയറിപ്പോയി. ചൊവ്വാഴ്ച ആ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ ഒന്ന് രാവിലെ തള്ളി. അപ്പം കേരളം മുഴുവൻ പ്രക്ഷോഭം, പാർലമെൻറ്റിൽ പ്രക്ഷോഭം, ഭയങ്കര ബഹളമായി. ഈ ബഹളം നടക്കുന്നതിനിടയിൽ രാജീവ്ജി ഡൽഹിയിലുണ്ടായിരുന്നു. രാജീവേട്ടൻ നേരെ PM-നെ കണ്ടു. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം നേരെ ചീഫ് മിനിസ്റ്ററെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇമ്മീഡിയറ്റ്ലി അവർക്ക് ജാമ്യം കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം നടന്നത് ഒരു യാന്ത്രികമായിരുന്നു, എല്ലാം പടപടയെന്നായിരുന്നു. വ്യാഴാഴ്ച രാവിലെ NIA കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ പോലും ഇല്ല ആക്ച്വലി. പക്ഷേ അവിടെ ഗവൺമെൻറ് എടുത്തൊരു നിലപാട് ജാമ്യം കൊടുക്കണമെന്നായിരുന്നു. ജാമ്യം അനുവദിച്ചു. ആ അമ്മമാരെ കൊണ്ട് ഞാൻ ആ 4 ദിവസവും മഠത്തിൽ തന്നെ നിന്നേ. അവിടെയുള്ള ബാക്കി സിസ്റ്റർമാർക്കെല്ലാം പിന്തുണ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് 3 നേരം അവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നൊരു ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ച് അമ്മമാരെ കൊണ്ട് അവിടെ മഠത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ാണല്ലോ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു പടം വന്നത്. അതിനു മുമ്പ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചില്ല എന്നുള്ളൂ. ഞങ്ങളെ കണ്ണീരോടുകൂടി ഒത്തിരി നന്ദി പറഞ്ഞാണ് ആ അമ്മമാരെ യാത്രയാക്കിയത്. മാത്രമല്ല ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി ഇവരെല്ലാം അവിടെ വന്ന്, ഇവിടുത്തെ MPമാരെല്ലാം അവിടെ വന്നു. ഇവരൊന്ന് പുറത്തിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാർത്ത വരുമ്പോൾ പത്രസമ്മേളനം നടത്തും പോയിരിക്കും. അവർക്ക് ഒരു റോളും ഇല്ല അവിടെ. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനം. ശരിയാണ്, BJPയുടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. കാരണം അതിനുള്ള എല്ലാ നിയമപരമായി തെറ്റായിരുന്നു. കാരണം ഇവരെ ഈ ട്രൈബൽ ഏരിയയിൽ നിന്നും ആളുകളെ ഷിഫ്റ്റ് ചെയ്യണമെന്നെങ്കിൽ ഗവൺമെൻറ് പോർട്ടലിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളായിരുന്നുള്ളൂ. അതൊന്നും അറിയാൻ മേലത്ത് ശരിക്കും ഈ പിള്ളേർക്ക് ജോലി മേടിച്ച് കൊടുക്കാൻ വേണ്ടി ആ അമ്മമാർ കൊണ്ടുപോയതാണ്. പക്ഷേ അവിടെ നിയമപരമായി നോക്കുമ്പോൾ അതൊരു വലിയ തെറ്റാണ് ആ നാട്ടിൽ. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലൊരു വലിയ ഈ ദുർഗ് പോലെ ജില്ലയിൽ ഈ അവിടുത്തെ ആ സ്കൂളെന്ന് പറയുന്നത് 33 വർഷമായിട്ട് പഴക്കമുള്ള സ്കൂളാണ് ഈ അമ്മമാർ നടത്തുന്ന സ്കൂള്. അവിടെ അവിടുത്തെ MP, MLA, മുനിസിപ്പൽ ചെയർമാൻ, കൗൺസിൽ എല്ലാവരും പഠിക്കുന്ന സ്കൂളാണ്. അവിടെ നല്ല റിലേഷനാണ് അവർ പോകുന്നത്. പക്ഷേ ഈ വിഷയം കയറി കത്തി അവർ റിമാൻഡായി പോയി എന്നൊഴിച്ചാൽ ഈ പറയുന്ന ഒരു ഇഷ്യൂസ് അവിടെ ഇല്ലായിരുന്നു. ഇതിന് തിരിച്ചായിരുന്നു അവിടുത്തെ ഒരു വികാരം എന്നാണല്ലോ കേട്ടെ. അതായത് അവിടുത്തെ ഛത്തീസ്ഗഡിലെ BJPയുടെ ഒക്കെ ഛത്തീസ്ഗഡ് BJPയും കോൺഗ്രസും എല്ലാം ഈ മതപരിവർത്തനം വലിയ രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണ്. അതിന് അവിടുത്തെ BJP മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസിൻ്റെ നിലപാടും തിരിച്ചായിരുന്നു. അവിടുത്തെ കോൺഗ്രസും വിടരുന്നല്ല, ഈ കേസ് സ്ട്രോങ് ആയിട്ട് പോകണമെന്നുള്ളതായിരുന്നു. പക്ഷേ അവിടുത്തെ BJPക്ക് ഇതൊരു തെറ്റിദ്ധാരണപരമായ കേസാണെന്ന് ഇവരിതിനകത്ത് പ്രതിയല്ലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. കോൺഗ്രസ് എന്തിനും മനസ്സിലായില്ല. അവിടുത്തെ കോൺഗ്രസ് പ്രതികരിച്ചില്ലല്ലോ. ഇവരിവിടെ വന്ന് ഈ കിടന്ന് കോലം കെട്ടിയതല്ലാതെ അവിടെ ആരും പ്രതികരിച്ചില്ല. മാത്രമല്ല ഇവർക്ക് ആർക്കും അവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവിടെ വന്ന് പുറത്തുനിന്ന് മാധ്യമപ്രവർത്തകർ എടുത്ത് പത്രസമ്മേളനം നടത്തുക, തിരിച്ചു പോകും. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കും, ആരാന്ന് ഞാൻ പറയുന്നില്ല, എടാ എന്താ സംഭവം, ഞങ്ങളോട് കൂടെ ഒന്ന് പറ, പലപ്പോഴും ഞങ്ങളും അറിഞ്ഞിരിക്കണ്ടേ.
നമ്മളാണ് അവിടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെല്ലാം വന്നിട്ട് ഞാൻ ചോദിക്കുന്ന അറ്റവും മുറിയും വെച്ചിട്ട് പോയി പത്രസമ്മേളനം നടത്തും. ഇതായിരുന്നു ഇവിടുത്തെ RSS നിങ്ങൾക്കെതിരായിരുന്നു എന്ന് കേൾക്കുന്നു. ചുമ്മാ. കാരണം അല്ല, എന്താണ് സംഭവം എന്ന് കൃത്യമായി തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി. അത് എല്ലാ വിഷയത്തിലാട്ടെ, ഏതൊരു വിഷയത്തിനും പാർട്ടി ഇടപെടുന്നതിന് ഒരു പോളിസി മാറ്ററാണെങ്കിൽ കൃത്യമായി നമ്മൾ സംഘവുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ല അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. കാരണം വിവിധ സംഘടനകളുണ്ടല്ലോ, വിവിധ ക്ഷേത്ര സംഘടനകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെടേണ്ടതാണോ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമല്ലല്ലോ. ആ തീരുമാനത്തിലൂടെ ഒറ്റക്കെട്ടാണ്. ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അർസിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. അടുത്ത ഞാൻ പറഞ്ഞ അതിനുശേഷം പല വിഷയങ്ങൾ BJP വന്നതിന് ശേഷം പല വിഷയങ്ങളിൽ ഷോൺ ഇടപെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് പിന്നീട് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ എങ്ങനെ BJPക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ? എനിക്കതാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJPയിൽ വന്നതിന് ശേഷം ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ആദ്യം സമീപിക്കുന്ന ഒരാളായി എനിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പം മുനമ്പം ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നതാണ്. എന്നെ പലരും വിളിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് പോലും സാഞ്ചേട്ടൻ മനസ്സിലായില്ല. അപ്പോൾ അവിടെ നിന്നും വൈദികർ വിളിച്ചു പോകണം. അപ്പോൾ എനിക്കിത് ഒന്നാതെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഷെഡ്യൂൾ, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു നാട്. അത് മുനമ്പം എന്ന് പറഞ്ഞാൽ എറണാകുളം കഴിഞ്ഞ് പിന്നെ ആ മൂലയിൽ കിടക്കുന്ന ഒരു നാട്, പരവൂര്. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുന്നു, മുനമ്പം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് ഞാൻ എക്സിറ്റ് അടിച്ചില്ല. ഞാനിങ്ങനെ നോക്കി ഇതെന്താണെന്നൊന്നും അറിയണമല്ലോ, മുനമ്പം. കുറേ ആളുകളെ ഇതിന് മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ ഇത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിന് ജോഷി മയ്യാറ്റിലച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ അച്ഛനോട് എല്ലാവരും ആവശ്യപ്പെടുകയാണ്, ഷോൺ ജോർജിനെ വിളിക്കൂ, ഷോൺ ജോർജ് വരട്ടെ, ഷോൺ ജോർജ് ഇടപെടട്ടെ, BJP ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഷോൺ ജോർജിനെ വിളിക്കൂ, അടുത്ത ദിവസം അടുത്ത വെള്ളിയാഴ്ചത്തെ പരിപാടിക്ക് ഷോൺ ജോർജിനെ വിളിക്കണം. അപ്പോൾ ഇങ്ങനെ വന്ന് അതിനപ്പോൾ ആധികാരികമായി അതിനകത്ത് സംസാരിച്ചുള്ള നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു, ചേട്ടാ അപ്പോൾ എൻ്റെ പേര് ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ജനം എന്നെ വിളിക്കണമെന്ന് പറയുമ്പോൾ ഞാനത് അന്വേഷിക്കണമല്ലോ. ഞാൻ അയാളെ വിളിച്ച് ഞാൻ ഫിലിപ്പാണോ? അല്ലല്ല, ഫിലിപ്പ് മറ്റൊരാൾ. ഫിലിപ്പിനൊക്കെ പിന്നെ ഫിലിപ്പൊക്കെ അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പം ആ ആളെ ഞാൻ വിളിച്ചു, ജോസഫ് എന്നാണ് അയാളുടെ പേര്. ഈ ഗ്രൂപ്പിലുള്ള ചേട്ടാ എന്താ പ്രശ്നം, എനിക്കൊന്ന് പഠിക്കാനാണ്, എനിക്ക് മനസ്സിലായില്ല, ഞാൻ അന്വേഷിച്ചില്ല സത്യമായിട്ടത്. പറഞ്ഞു ഇങ്ങനെയാണ് സാഹചര്യം, ഇത്ര വർഷമായിട്ടിരിക്കുന്നു, ഇത്ര കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്നു, ഇത് ശരിക്കും ഒരു വഖഫ് ബോർഡ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ്, ഇതിൻ്റെ ഒരു ചരിത്രമല്ല എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി, ഞാൻ നേരെ K. സുരേന്ദ്രനെ വിളിച്ചു. അന്ന് പ്രസിഡൻ്റാണ് പുള്ളി, അന്ന് സംസ്ഥാന പ്രസിഡൻ്റാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ ചെല്ലട്ടെ, ഞാൻ ചെന്ന് ഏറ്റെടുക്കട്ടെ. അപ്പോൾ മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അപ്പം ജിജി പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിരുന്നു, നമ്മളത് ഏറ്റെടുത്താൽ നല്ലതാണ് ഷോണെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സംസ്ഥാന പ്രസിഡൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ധരിപ്പിച്ചു, സുരേന്ദ്രൻ ചേട്ടാ ഇങ്ങനൊരു വിഷയമുണ്ട്, ഒന്ന് ഞാൻ ചെല്ലട്ടെ, ചെന്നൊന്ന് ഏറ്റെടുക്കട്ടെ, വെയിറ്റ് ചെയ്യും ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ അദ്ദേഹത്തെ പിറ്റേ ദിവസം വിളിച്ചു, പ്രസിഡന്റ്. അദ്ദേഹത്തെ കിട്ടിയില്ലെന്ന്. മൂന്നാമത്തെ ദിവസം രാവിലെ 10 മണിയായപ്പോൾ സുരേന്ദ്രൻ്റെ ഫോൺ എനിക്ക് വരുന്നു, ഷോൺ ഇമ്മീഡിയറ്റ് ആയിട്ട് മുനമ്പത്തെത്തണം, പോയി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക, അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈരാറ്റുപേട്ടയുണ്ടായത്, ഞാൻ എറണാകുളത്തെത്തി. ഞാൻ അവിടെ നിന്ന് ജില്ലാ പ്രസിഡന്റ് വിളിച്ചു. ജില്ലാ പ്രസിഡന്റ് ആ നാട്ടുകാരനും കൂടെ, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഷൈജു, അത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചു. അപ്പം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അവിടെ ജില്ലാ കമ്മിറ്റിയിൽ, നിയോജക കമ്മിറ്റിയിൽ അദ്ദേഹം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ഞാനും KVS ഹരിദാസിയും ജില്ലാ പ്രസിഡൻറ്റും അവിടെ ഈ മൈനോറിറ്റി മോർച്ച ആളുകളോട് അവിടെ ചെന്ന് കണ്ടു, സംസാരിച്ചു. ഈ ഒരിടത്ത് ഒന്ന് പിടിച്ചു, ഒന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉടുമ്പ് പിടിക്കുന്നതിലൊക്കെ പിടിക്കുമല്ലോ. അതൊന്നും പിന്നെ എൻ്റെ ജോലി മുഴുവൻ അതാണ്. എനിക്ക് എപ്പോഴും സിംഗിൾ ഫോക്കസ് ഉള്ള ഒരാളാണ്. ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് തീർക്കാതെ ഞാൻ അടുത്ത പണിക്ക് പോകില്ല. ഞാൻ അവിടെ പിന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചു ലീഗൽ സൈഡും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അവർ എനിക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ അഡ്വക്കേറ്റ്സൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് ആ സമയത്ത് നമ്മുടെ ഭേദഗതി നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് ആവുന്ന സമയം, അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഡ്രാഫ്റ്റിൽ ഇതിനകത്ത് നമ്മുടെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് BJPയുടെ ഒരു വിജയമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അതിനുശേഷം രാജീവേട്ടനായിട്ട് സംസാരിച്ചു, ചേട്ടാ ഇങ്ങനെയൊരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് അല്ല, രാജീവേട്ടൻ ഡൽഹിയിലുള്ള സമയമാണ്. അപ്പോൾ ഷോൺ ഒരു കാര്യം ചെയ്യും, ഒരു വിശദമായിട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് വാ. ഈ നോട്ടിൻ്റെ ആളാണ് പുള്ളിയല്ലേ, എന്ത് പറഞ്ഞാൽ എല്ലാവരും നോട്ട് പറഞ്ഞു. അതിനാന്ന് വെച്ചാൽ രാജീവേട്ടൻ അത് കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് അതേപടിയിട്ട് രാജീവേട്ടൻ അത് ഫോർവേഡ് ചെയ്യും. പിന്നെ ആ നോട്ടങ്ങ് കൊടുത്താൽ പിന്നെ നമ്മൾ സേഫാണ്, മനസ്സിലായി. പിന്നെ നമ്മൾ അറിയണ്ട, പിന്നെ ആ പണി പുള്ളി തീർത്തിരിക്കും. പിന്നെ അത് നമ്മൾ ഇന്ന് ഷാജേട്ടൻ ഒരു കാര്യം പറഞ്ഞു, 25 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വിളിക്കും. അതാണ് രാജീവ് ചന്ദ്രശേഖർ, അതിന് പ്രൊഫഷണലാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനില്ല. അപ്പം നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു, ഞാൻ നോട്ട് കൊടുത്തു.
അദ്ദേഹം കിരൺ റിജിജുവായിട്ട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു ഷോൺ ഡൽഹിക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അത്യാവശ്യത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ടല്ല അവിടുന്ന് പോയി കളക്ട് ചെയ്തിട്ട് എല്ലാം ആയിട്ട് ഡൽഹി ചെന്നു. ഞാൻ കിരൺ റിജിജുവിൻ്റെ അടുത്ത്, അപ്പം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കിരൺ റിജിജു, എനിക്കതങ്ങനെ അവിടെ അമിത്ഷാജിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അന്ന് എനിക്ക് പറഞ്ഞ പരിചയമൊന്നുമില്ല. ഒരു 1.5 മണിക്കൂർ. അപ്പോൾ രാജീവേട്ടനും അദ്ദേഹമായിട്ട് അത്ര ക്ലോസാണ്. അപ്പോൾ രാജീവേട്ടനും അദ്ദേഹവും ഞാനും കൂടെ മാത്രമായിട്ട് 1.5 മണിക്കൂർ ഈ മുനമ്പം മാത്രമായിട്ട് ഞങ്ങളിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു. അത് മാത്രമല്ല സഭാകാര്യങ്ങൾ ഒത്തിരി ചർച്ച ചെയ്തു. ഓരോ കമ്മ്യൂണിറ്റി ബുദ്ധനാണ് അല്ലേ, ബുദ്ധ കമ്മ്യൂണിറ്റി അത് മൊത്തം പറഞ്ഞു. അതായത് അരച്ച് കലക്കി പുള്ളി പഠിച്ചു, കിരൺ റിജിജു പഠിച്ചു. അതിനുശേഷം വക്കീലാണോ, എന്തോ അഭിഭാഷകനാണോ? അല്ല അല്ല അല്ല. അതിനുശേഷം നമ്മുടെ അപരാജിത സാരംഗിജി മാഡം, അന്ന് നമ്മുടെ കേരളത്തിൻ്റെ സഹപ്രഭാരിയാണ്. പുള്ളിക്കാരത്തി ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ കമ്മിറ്റി അംഗമായിരുന്നു. ഞാൻ പുള്ളിക്കാരത്തെ അവിടെ കൊണ്ടുപോയി, മുനമ്പത്ത് കൊണ്ടുപോയി. പ്രകാശ് ജാവദേക്കർജി വന്നു, രാജീവേട്ടനെ ഞാൻ അവിടെ കൊണ്ടുപോയി. പിന്നെ ഞാനിത് നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ പോയി ബോധ്യപ്പെടുത്തി, എല്ലായിടത്തും പോയി. ഇത് ചെറിയ വിഷയമല്ല, ഇത് ഒരു കടന്നുകയറ്റമാണ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ അത് ലറ്റിൻ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ പിന്നീട് കണ്ടത്, എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ പിതാക്കന്മാരെയും ഞാൻ കണ്ടു, സംസാരിച്ചു. ഞാൻ പിന്നെ കാണുന്നത് കളറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ 50ഓളം വൈദികരെ കൂട്ടിയൊരു ബസ് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു 2 മാസക്കാലം അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയായിരുന്നു. പിന്നെ എല്ലാ ഇടവകളിൽ നിന്നും മുനമ്പത്തിൻ്റെ പിന്തുണയായി എത്തി. തട്ടിൽ പിതാവ് ഈ പച്ചയ്ക്ക് പ്രസംഗിച്ച് മാറ്റി വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നൊരടിച്ച്. പിന്നെ അതിനകത്ത് ഒരാൾക്ക് നന്ദി പറയേണ്ട ആൾ എൻ്റെ മുമ്പിലിരിപ്പുണ്ട്. മുനമ്പം സമരം ഇവിടം വരെ എത്തിച്ചതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ഷാൻ ചേട്ടനാണ്. ഷാൻ ചേട്ടനെ പോലെ തന്നെ നിരവധി ആളുകൾ നമ്മളോട് ആ സമയത്ത് സഹകരിക്കാൻ മുമ്പോട്ട് വന്നു. ഒത്തിരി വ്യക്തിത്വങ്ങൾ, ഒത്തിരി പേരോട് നന്ദി പറയേണ്ടതുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണമായി എത്തിക്കാൻ പറ്റുമോ? കാരണം അത് എന്തോ ഒരു അനിശ്ചിതത്വത്തിൽ തീർന്ന പോലെ ആകപ്പാടെ ആശയക്കുഴപ്പം. അല്ലാതെ അതിനകത്ത് ആ നിയമം നിർമ്മിക്കപ്പെട്ടു. മുനമ്പം ജനതയെ വഴിയാധാരമാക്കിയ സെക്ഷൻ 41 ഇന്നവിടെ ഇല്ല. ഇനി അതിനൊരു റെമഡി വേണം. റെമഡി വേണമെങ്കിൽ ട്രിബ്യൂണലിൽ നിന്നും, ഒന്നെങ്കിൽ ട്രിബ്യൂണലിൽ നിന്ന് കൃത്യമായ വിധി ഉണ്ടാകണം. ട്രിബ്യൂണലിൽ നിന്ന് വിധി ഉണ്ടായാലും അത് സുപ്രീം കോടതിയിലേക്ക് തീർച്ചയായിട്ടും നിയമപരമായി പോകും. ഒരിക്കലും ഇനി അത് വഖഫ് ബോർഡിൻ്റേതായ വസ്തു മാറില്ല. ഒന്ന്, അവർ സർവേ ചെയ്തിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള നിയമപ്രകാരം അതല്ല, ഡോക്യുമെൻറ്റ്സ് പ്രകാരം ഒന്നും. ഇനി അത് അവർക്ക് ആ വസ്തു നഷ്ടപ്പെടില്ല എന്ന് നിയമപരമായി നമ്മൾ പരിരക്ഷ കൊടുത്തു. ഇനി അതിന് വേണ്ടത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ്. അതിനൊരു ഗുണമുണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. ആ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ വസ്തു മുനമ്പം ഭൂമിയല്ല എന്ന്, വഖഫ് ഭൂമിയല്ല എന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷെ ആ ഉത്തരവ് വന്നത് മുനമ്പം കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിനിടയിലാണ് വന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് അവർ തന്നെ വഖഫ് സംരക്ഷണ സമിതി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. അത് സമീപിക്കാനുള്ള അവസരം ഗവൺമെൻറ് കൊടുത്തതാണ് കേട്ടോ, വേറെ കാര്യം. അതിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫിലിപ്പിനെ പാർട്ടി ആ കേസിൽ കക്ഷി ചേർത്തു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ മനീന്ദർ സിംഗിനെയാണ് ഞങ്ങൾ ആ കേസിൽ, ഇപ്പോൾ ആ കേസ് ഇരിക്കുകയാണ്, ഹിയറിങ്ങിന് വിളിച്ചില്ല, അടുത്ത് വരുന്നുണ്ട്. ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ കക്ഷിയായി. ഈ കേസിൽ നിലവിലുള്ള നിയമപ്രകാരം മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് കൊടുത്താൽ പിന്നെ ജീവിതത്തിൽ ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അന്തിമ വിധിയാവും. കേന്ദ്ര സർക്കാർ പറയും. ഞങ്ങളത് തന്നെ അതിന്, കാരണം നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ. അല്ല, നിലവിലുള്ള നിയമപ്രകാരം ഒരു കാരണവശാലും ഈ ഭൂമിയെ വഖഫായി. അല്ലാതെ നിലവിലുള്ള നിയമപ്രകാരമല്ലേ, നിയമം ഉണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണല്ലോ. അപ്പോൾ അതിന് മുമ്പല്ലേ ഈ വഖഫ് നോട്ടിഫിക്കേഷൻ? അല്ല, നിലവിലുള്ള നിയമപ്രകാരമല്ല, ഇതിന് മുമ്പുള്ള വഖഫ് ഭൂമിയായി ഇതിനെ നോട്ടിഫൈ ചെയ്യാൻ എടുക്കേണ്ട ഒരു പ്രൊസീജിയേഴ്സ് അവരെടുത്തിട്ടില്ല. പ്രൊസീജിയർ എറർ തന്നെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അത് എററാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഹൈക്കോടതിയുടെ വിധിയെ ആ ക്വസ്റ്റ്യൻ ഓഫ് ലോ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാൻ ആ നിയമം നിർമ്മിച്ച കോടതിയാണ് പറയുന്നത്. അതിനകത്ത് സെക്ഷൻ 2 2ൻ്റെ പ്രൊവൈസോ
സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം കേന്ദ്ര സർക്കാരിനുണ്ടാവും. അപ്പോൾ അവർ പറയും, അത് പറയുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. അത് നമുക്ക് കൂടെ ഇടപെടാൻ കഴിയുന്ന കാര്യമാണ്. മുനമ്പം ജനതയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴേ ഞാൻ പറഞ്ഞ കിരൺ റിജിജു വന്നിട്ട് അതിനുശേഷം വേണ്ടതുപോലെ പറഞ്ഞില്ല എന്നൊരു പരാതിയുണ്ട്. പിന്നെ ഇടയ്ക്ക് അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആ കേസ് നിൽക്കുമ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കഴിയില്ല. ഞങ്ങളന്ന് മുനമ്പത്തേക്ക് പോകുന്നതിന് മുമ്പ് സോളിസിറ്റർ ജനറലുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയണം, എനിക്ക് ലോക്കൽ പൊളിറ്റിക്സിൽ എനിക്ക് അദ്ദേഹം ഇന്നത് പറഞ്ഞാലാണ് ഗുണമുണ്ടാകുക. ഞാനത് ആവശ്യപ്പെട്ടു. അപ്പം പറഞ്ഞു ഷോൺ ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഞാൻ ലെറ്റ് മീ ടോക്ക് ടു എസ് ജി എന്ന് പറഞ്ഞ് അദ്ദേഹവും രാജുജിയും കൂടെ സോളിസിറ്റർ ജനറലുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇന്നതൊന്നും പറയേണ്ട, അവർക്കെല്ലാം പിന്തുണ അറിയിച്ചു പോരുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ ഇത് വരാനുണ്ട്, റൂൾസ് വരാനുണ്ട്. റൂൾസ് ഇതുവരെ വന്നിട്ടില്ല. സുപ്രീം കോടതി കേസ് നിൽക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ഉൾപ്പെടെ കൊടുത്ത കേസ് നിലനിൽക്കുന്നുണ്ടല്ലേ. എനിവേ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? 100%, 100% പരിഹരിക്കപ്പെടും. അതും എനിക്ക് ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അത് പരിഹാരമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇലക്ഷന് മുമ്പ് വരത്തില്ല? ഇല്ല, ഇലക്ഷന് ആ മുനമ്പം ജനതയ്ക്ക് ഞങ്ങളോടുള്ള വിശ്വാസം അവർ പ്രകടിപ്പിച്ചല്ലോ. ആ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങളുടെ കുഞ്ഞുവാനെ മുനമ്പം ജനത ജയിപ്പിച്ചു താമര ചിഹ്നത്തിൽ. എന്നിട്ട് ആ ഒരു സീറ്റേ കിട്ടിയുള്ളൂ. മുനമ്പം ജനതയ്ക്ക് വോട്ടുള്ളിടത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്ത് ഇപ്പോഴും ഈ പറയുന്ന തെറ്റിദ്ധാരണകൾക്ക് ഇറങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ. അത് തീർത്ഥാടനമായിട്ട് വന്ന ആളുകളൊന്നും വോട്ട് ചെയ്തില്ല. തീർത്ഥാടനമായി വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതല്ല, അവർക്ക് വോട്ട് ചെയ്യാനുള്ള ആളെ നമ്മൾ കൊടുത്തിട്ടില്ല. അതും കൂടെ കൊടുക്കണം നമ്മൾ, അതും വേണമല്ലോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ പിണറായിക്കെതിരെ ആരാന്ന് നോക്കിയിട്ട് കുത്താൻ വേണ്ടി മനുഷ്യൻ ഇങ്ങനെ വാളുമായിട്ട് നിൽക്കുകയായിരുന്നു. അതിന് നല്ല സ്ഥാനാർത്ഥി കിട്ടിയിടത്തെല്ലാം കുത്തി. BJP 4000 മെമ്പർമാരെ ക്രോസ് ചെയ്തേനെ, ഒരു സംശയം വേണം. 2000 സീറ്റുകളിലെങ്കിലും വളരെ പർപ്പസ്ഫുള്ളി ക്രോസ് ഔട്ട് ചെയ്തു. പൂഞ്ഞാറും പാത്രം വേണ്ടേ. പൂഞ്ഞാർ പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കേണ്ടതാണ്. പൂഞ്ഞാർ തെക്കേക്കര നമ്മൾ ഭരിച്ചു. പൂഞ്ഞാർ പഞ്ചായത്ത് 4 മെമ്പർമാരുണ്ട്. ബാക്കി 4 പേരും കൂടെ തോറ്റത് 100 വോട്ട് താഴെയാണ്. 4 പേരും കൂടെ തോറ്റത് 100 വോട്ട് താഴെയാണ്. തെടനാട് പഞ്ചായത്ത് 5 മെമ്പർമാർ തോറ്റത് 200, എല്ലാം കൂടി 200 വോട്ട് താഴെയാണ്. അത് കൃത്യമായി നോക്കിയാൽ അവിടെ LDF നോട്ടില്ല, അല്ലെങ്കിൽ UDF നോട്ടില്ല. അത് ക്രോസ് അത് ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങ് അപ്രസക്തമാവും, മറ്റേ ആൾ കയറി വരും. ആരാണ് സെക്കൻഡ് നിൽക്കുന്നത് അവർ കുത്തി കൊടുക്കും. അത് BJP ഭരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ. തിരുവനന്തപുരത്ത് എന്തിനാണ് കോൺഗ്രസ് മത്സരിച്ച്? തിരുവനന്തപുരത്ത് കോൺഗ്രസ് എപ്പോഴും എന്തെങ്കിലും സാധ്യതയുണ്ട്. ശബരിനാഥിനെയൊക്കെ കൊണ്ട് ചാടിച്ച്, ശബരിനാഥ് ഇപ്പം നിയമസഭാ സീറ്റ് വല്ലതും കിട്ടുമെന്നായിരിക്കാം, ആയിക്കോട്ടെ, നല്ല കാര്യം. ശബരിനാഥിനെയൊക്കെ കൊണ്ടുവന്ന് കോലം കെട്ടിച്ച് എന്തിനാണ്? അവിടെ ആ നമ്മൾക്ക് അനുകൂലമായ വോട്ട് സ്പ്ലിറ്റുകൾ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനത്തും BJP ഗുണം ചെയ്യുക ചെയ്ത് പല സ്ഥലങ്ങളിലും 90% സ്ഥലങ്ങളിലും അതാണ് സംഭവിക്കുന്നത്. നിയമസഭയിൽ മഞ്ചേശ്വരത്ത് നിന്നൊക്കെ K. സുരേന്ദ്രൻ എത്രയോ പണ്ടേ ജയിച്ചു വരേണ്ടതാണ്. അവിടെ ഈ ക്രോസ് വോട്ടിങ്ങാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് എല്ലായിടത്തും ഇത് തന്നെ സംഭവിച്ചിട്ടുള്ളത്. അല്ല, അപ്പോൾ അത് ഇനിയാണെങ്കിലും BJPക്ക് ഒരു ഭീഷണിയായിരിക്കത്തില്ലേ? അല്ല, ഇപ്പോൾ രണ്ടുപേരും ഈ പ്രാവശ്യത്തെ നമുക്കൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ 1-2 സീറ്റുകളിൽ സംഭവിച്ചാൽ പോലും LDF UDF തുല്യ പ്രതീക്ഷയിലാണ്. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് 2 പേരും പ്രതീക്ഷയിൽ നിൽക്കുന്നതാണ് സാഹചര്യം. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ വളരെ മുതിർന്ന ഒരു നേതാവ് പറഞ്ഞു, ഞാനിവിടെ സംസാരിച്ച് പറഞ്ഞത്, അവർക്കും ഒരു 65 മുതൽ 75 സീറ്റ് വരെയൊക്കെയാണ് അവർ പറയുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർ പറയുന്നില്ല. ലീഗിൻ്റെ ഒരു കണക്കൂട്ട് ഒരു മാക്സിമം പോയ 75 എന്നൊക്കെ പറഞ്ഞാണ് ലീഗ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ യഥാർത്ഥത്തിൽ BJPയുടെ ഒരു സാന്നിധ്യം ഈ നിയമസഭ വളരെ നിർണായകമായിരിക്കും. അത് ഒരു 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 ഹാങ്ങിങ് ഗവൺമെൻറ് ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? നിങ്ങളുടെ ആഗ്രഹം? അല്ല, ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഭരിക്കണമെന്നാണ്. മറ്റേ മട്ടാഞ്ചേരി കേസ്, മട്ടാഞ്ചേരി അല്ലല്ലോ, മറ്റേ ഹിജാബിൻ്റെ കേസ്, മറ്റേ സെയിൻറ്റ് തെരേസ സ്കൂൾ, സെൻറ്റ് തെരേസ, അതിലെങ്ങനെ ചെന്നിട്ട്? അത് ഇതുപോലെ തന്നെ ഒരു അമ്മച്ചി എന്നെ വിളിച്ചു, ഷോണെ മോനെ എവിടെയാണ്? ഞാൻ എറണാകുളത്തുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്ന് അറിഞ്ഞില്ലേ? എന്താ പ്രശ്നം? ഇങ്ങനെ ഒരു സെൻറ്റ് തെരേസ സ്കൂള് അവിടെയുള്ള STPക്കാരെല്ലാം കൂടെ കയറി അടപ്പിച്ചു. ചുമ്മാ ഒരു സ്കൂൾ ആരെങ്കിലും അടപ്പിക്കൂ, എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് ഓർത്തിരുന്നു. ആ സ്കൂളിൽ കന്യാസ്ത്രീമാരെല്ലാം പേടിച്ചിരിക്കുക. നിങ്ങളല്ലേ ഇതിനകത്ത് ഇടപെടേണ്ടത്, നിങ്ങളെന്നാ പോകാത്തേ? അപ്പം സ്ഥിരമുള്ള പോലെ തന്നെ ഞാൻ അതിനൊരു വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നെ ഒരു ദിവസം അങ്ങനെ ഒരു 200 പേര് വിളിക്കാറുണ്ട് പല കാര്യങ്ങളായിട്ട്. അപ്പോൾ അതിന് ഗൗരവമുള്ളതാണെന്ന് നമുക്ക് തോന്നി. അപ്പം ഇങ്ങനെ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെടാത്ത ഇങ്ങനെ അതും ഇതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലാണ്, പള്ളുരുത്തി. ഞാനൊരു വാട്സപ്പിൽ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്, മോനെ അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് വായിക്കണമല്ലോ, ഒരമ്മയാണ് വിളിച്ചത്. ഞാൻ ആ വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ സെൻറ്റ് തെരേസ സ്കൂളിൻ്റെ ഒരു നോട്ടീസാണ്.
സ്കൂളിലിങ്ങനെ അതാണ് വലിയ സംഘർഷ സാധ്യതയുണ്ടായ സാഹചര്യം ഉണ്ടായതെന്നും സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതുകൊണ്ടും സ്കൂൾ 2 ദിവസത്തേന് അടച്ചിടുന്നു. ഞാൻ അവിടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ PTA പ്രസിഡന്റിൻ്റെ നമ്പർ അയാൾ എടുത്തു തന്നു. ഞാൻ PTA പ്രസിഡന്റിനെ വിളിച്ചു. എന്താ സംഭവം? അയാൾ വിളിച്ചപ്പം പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റ്, അന്ന് രാജവേട്ടൻ പ്രസിഡന്റാണ്. രാജവേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഷോൺ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു. രണ്ടാമതൊരു വാക്കത്തും ചോദിച്ചില്ല, എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പോൾ പ്രിൻസിപ്പൾ ഇല്ലായിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ അവരൊരു ഭീതിയുടെ നിഴലിലാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ഒരു അച്ഛൻ, തൊട്ടയിലൊക്കത്തെ പള്ളിയിലെ ഒരു അച്ഛൻ മാത്രം അവിടെ ഉണ്ടായിരുന്നു. പുറത്തു പറയാൻ പറ്റില്ല. 1-2 ചാനലുകൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവിടെ ചെന്ന് ചാനലുകൾ അവർക്കെതിരാന്ന് തോന്നുന്നില്ല ആ സമയത്ത്. എതിരല്ല, പിറ്റേ ദിവസം എതിരായത്. 1-2 ചാനൽ അവിടെ നിൽപ്പുണ്ട്, ജനമുണ്ട്, മറുനാടൻ മലയാളിയുണ്ട് അവിടെ, വേറെ 1-2 ഷക്കീന പോലെയുള്ള 1-2 ചാനലുകളുണ്ട്. ഞാൻ അവിടുത്തെ പ്രതികരണം കൊടുത്തു, ഇത് പോക്കൃത്തരമാണ്. ഒരു സ്കൂളിൻ്റെ യൂണിഫോം അനുസരിക്കാൻ ബാധ്യത എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നതല്ല ഇവിടുത്തെ പ്രശ്നം. 33 വർഷമായി മാന്യമായി നടക്കുന്നൊരു സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരു കൊച്ചിയെ ഹിജാബ് ഇടിപ്പിച്ച് വിട്ടതാണ് അവിടുത്തെ പ്രശ്നം. വിട്ടതാണ് പ്രശ്നം. അവിടെ ചെന്നു, ഞാൻ ഈ പ്രസ്താവന നടത്തി പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെല്ലുന്നിടം വരെ അവിടുത്തെ MP, MLA, പഞ്ചായത്ത് കൗൺസിലർ ആരും ചെന്നിട്ടില്ല. ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് സ്കൂൾ അടച്ചിട്ടേക്കുക. ഒരു ഹിജാബ് പ്രശ്നത്തിൻ്റെ പേരിൽ SDP അടപ്പിച്ച സ്കൂളാണ്. പിറ്റേ ദിവസം എല്ലാവരും MLA വന്നു, MP വന്നു, എല്ലാവരും വന്നു. RSS ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞാനെന്ത് പ്രശ്നം അവിടെ ഉണ്ടാക്കി? അതുകൊണ്ടെന്നാ പിറ്റേ ദിവസം കൊണ്ട് ആ പ്രശ്നം തീർന്ന് കൊച്ചിനെ മാറ്റി മാന്യമായിട്ട് അത് അന്ന് ആ സ്കൂളിന് എല്ലാവിധ സംരക്ഷണവും, ആ കോൺവെൻറ്റ് സ്കൂളിന് എല്ലാവിധ സംരക്ഷണവും വാഗ്ദാനം കൊടുത്തിട്ടാണ് വന്നത്. ഞങ്ങളതിനൊരു ടീമും ക്രിയേറ്റ് ചെയ്തവിടെ. കാരണം അതിനോട് ചേർന്ന് കിടക്കുന്ന എന്ന് പറയുന്നത് ഒരു തങ്ങൾ കോളനി എന്ന് പറയുന്ന സ്ഥലം. ആ തങ്ങൾ കോളനി പ്രശസ്തമാണ്. ഞാൻ ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. അവലും മലരും കുന്തിരിക്കും കരുതി വെച്ചോളാൻ പറഞ്ഞാൽ കൊച്ചു താമസിക്കുന്ന കോളനിയാണ്. അതാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. ഞാൻ പറയാതെ മനസ്സിലായില്ല. അപ്പം ഈ രസം വെച്ചാൽ ആ സ്കൂളിൽ തട്ടവിട്ട് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാരുണ്ട്, ആർക്കും പരാതിയില്ല. വളരെ നന്നായി പോകുന്നു. പക്ഷേ അവിടെ 117 മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ സ്കൂളിൽ. സ്റ്റിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ ആർക്കും പറ്റാത്തൊരു കാര്യം ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ ഇത് നമ്മുടെ യൂണിഫോം അല്ല, നാളെ ഇട്ടുകൊണ്ട് വരാൻ പാടില്ല. ഓക്കെ, ആ കുട്ടി പിറ്റേ ദിവസവും വീണ്ടും ഹിജാബ് ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതൊരു പർപ്പസ്ഫുൾ പ്രൊവോക്കേഷനാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖം മുഴുവൻ മറച്ചാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചപ്പോൾ ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ 7-8 പേരാ സ്കൂളിലോട്ട് ഇടിച്ച് കയറിയത്. ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച്, കുട്ടികളുടെ മുമ്പ് വെച്ച് സിസ്റ്റർമാരെയൊക്കെ ചീത്ത വിളിച്ച്. എനിക്ക് മനസ്സിലാത്ത കാര്യം, ഈ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കിയിരിക്കുന്ന ഈ സഖാക്കന്മാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും ഒന്നും എന്തേ പള്ളിരുത്തി സ്കൂളിലോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രണ്ടിനുടനെ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കുമല്ലോ. ഇവിടെ നടന്ന ഈ പച്ചയായിട്ട് കേരള സംസ്ഥാനത്ത് നടന്ന ഒരു ക്രൈസ്തവ വേട്ടയായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? മാത്രമല്ല അവരുടെ DD ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ CBSEയുടെ പുതുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ, കേന്ദ്ര സർക്കാർ പറയുന്നത് DD വോയിസ് എൻ്റെ കിടപ്പുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് മേടിച്ചോളാൻ. ഇവിടുന്ന് NOC കൊടുത്തിട്ടില്ലേ CBSEയുടെ അൽഫിനേഷൻ പോകത്തുള്ളൂ. ഞാൻ പറയാം തരിയൽ എഴുതി തന്നേക്കാൻ പറഞ്ഞു, കോടതിയിൽ നിന്ന് മേടിച്ചോളാം. മനസ്സിലായില്ലേ? ഇത് തന്നെയല്ല കളമശ്ശേരി സംഭവിച്ചത്. കളമശ്ശേരിയിൽ ആ കന്യാശ്രമണം ഇടിച്ചു പറിച്ച് അവിടെ ഇപ്പോൾ സ്റ്റിൽ ഇരിപ്പുണ്ട്. അവിടെ തീരുമാനം അത് കോടതിയിലെ കേസ് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു പരിധിക്കപ്പുറം ഇടപെടാൻ പറ്റില്ല. അവർ ഇഞ്ചക്ഷൻ മേടിച്ച് വെച്ചേക്കാം. ഇപ്പോഴും ആ കന്യാസ്ത്രീ മഠത്തിലോട്ട് നടന്നു കയറാൻ മേലാത്ത രീതിയിൽ ഇടിച്ചു പറിച്ച് 3 കുടിലുകൾ സ്ഥാപിച്ച് STPയുടെ ഗുണ്ടകൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം അവിടെ ഉണ്ട്. ആരുമില്ല അതിന് വേണ്ടിയിട്ടൊന്ന് ശബ്ദിക്കാൻ. ഈ പറയുന്ന VD സതീശനും ഈ പറയുന്ന പിണറായി വിജയനും ക്രൈസ്തവ സ്നേഹം പറയുന്നവർക്ക് ആ കളമശ്ശേരിയിൽ ഒന്ന് ചെല്ലാമല്ലേ? ഈ BJPക്കകത്തൊന്നും പൂർണ്ണ പിന്തുണയുണ്ട് ഇത്തരം സമരങ്ങൾ. 100% നമ്മൾ ഇടപെടുന്ന ഏത് വിഷയത്തിലും, അത് സാധാരണക്കാരനെയും മനുഷ്യരെയും ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വേറെ ഏത് വിഷയമാണ് ഷോൺ BJP വന്നതിന് ശേഷം ഇടപെട്ടിട്ടുള്ളത്? ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സഭയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇപ്പം താമരശ്ശേരിയിലെ വിഷയങ്ങൾ, താമരശ്ശേരിയിൽ ആ ഒരു 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 മീറ്റ് പ്രോസസ്സിങ് കമ്പനി കത്തിച്ചില്ലേ, അതെന്താ നടന്നേ? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നത്? അത് നോക്കിയപ്പോൾ ജനകീയ പ്രക്ഷോഭം എന്നാണ് പറയുന്നത്.
ജനകീയ പ്രക്ഷോഭങ്ങൾ കുറേ അവിടുത്തെ സാധാരണക്കാരെ മുമ്പിൽ നിർത്തിയേ മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ പ്രക്ഷോഭമൊന്നുമല്ലായിരുന്നു, അതും SDP അക്രമമായിരുന്നു. SDP അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇപ്പോഴും. പിന്നെ എന്നാ സംശയം, SDP സ്ട്രോങ് ആണോ എന്നുള്ള സംശയം. അത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും SDP ഈ രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇത് ആസ് എ സിംഗിൾ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കാം. ഏറ്റവും ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ അടിമകൾ, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ അടിമകൾ, അവരുടെ പ്രവർത്തകരല്ല, ഈ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇന്നലെയും മിനിങ്ങാന്നുമായി നടന്ന ഗൾഫിലെ ആക്രമണം. ആ ഗൾഫിൽ അന്നം തരുന്നവനോട് കൂറ് വേണ്ടേ മലയാളിക്ക്? UAE-യോടും സൗദിയോടും പോലും കൂറില്ല. UAE-യോടും സൗദിയോടും പോലും മലയാളിക്ക് കൂറില്ല. അല്ലെങ്കിൽ ഈ CPM-നോ കോൺഗ്രസിനോ കൂറില്ല, അവർക്ക് ഇറാനോടാണ് കൂറ്. അതെനിക്ക് മനസ്സിലായി. ഇറാനിൽ മലയാളി ആരിലുണ്ടോ? ഇറാനിൽ മലയാളിയില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് പ്രീണനമാണ് ലക്ഷ്യം, അല്ലാതെ മലയാളിയല്ല ഇവരുടെ ലക്ഷ്യം, മുസ്ലിം അല്ല ഇവർക്ക് ലക്ഷ്യം. ഇവർ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെയുള്ള ജനങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല, അധികാരത്തിന് വേണ്ടിയാണ്. അത് ഈ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ നയമാണ്. ഗൾഫ് രാജ്യത്ത് ദുബായിലും സൗദിയിലും UAE-യിലും ഇത്രയും വലിയ ആക്രമണം നടന്നില്ല. UAE-യിൽ ഇത്രയും വലിയ ആക്രമണം നടന്നിട്ട് അതിനെ അപലപിക്കുന്ന കേട്ടോ ഇല്ലല്ലോ. അവിടെയും അമേരിക്ക ഇസ്രായേൽ ഈ വിഷയങ്ങളൊന്നും നമ്മൾ ഇറാൻ വിഷയങ്ങളല്ല നമ്മൾ അഭിപ്രായം പറയുന്നത്. പക്ഷേ ആര് ചെയ്തോ തെറ്റ് അതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടെ ഗൾഫിൽ ആക്രമണം നടന്നിട്ടും ഇറാനെ തള്ളി പറയാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ കോൺഗ്രസിനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവരുടെ പ്രീണനം. ഞാൻ ഈ SDP-യുടെ ഒരു ശക്തി കേന്ദ്രത്തിലല്ലേ ഷോൺ താമസിക്കുന്നത്? അതെ. ഈയിടെ ഇച്ചിരി ശക്തി കുറഞ്ഞിട്ട്, ശക്തി വെച്ചാൽ മെമ്പർമാർ ഇച്ചിരി തോറ്റിട്ടുണ്ട്. 5 പേരുണ്ടായിരുന്നു, 3 കുറഞ്ഞു. അത് ശരി. കാരണം ഇപ്പം ഈ ലീഗിന് പുറത്ത് വേറൊരാൾ ആവശ്യമില്ല, ബാക്കി എല്ലാവരും ഇപ്പോൾ ലീഗിലായി. എല്ലാവരും ലീഗിലായി. ഇപ്പം ലീഗും ജമാഅത്ത് ഇസ്ലാമി ഇതെല്ലാം ഒന്നല്ലേ. പിന്നെ SDP-യുടെ ശക്തി മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടോ തോന്നല്ലേ? ഇല്ല, അവരുടെ ഈ ജനാധിപത്യ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ജനകീയ മുഖം കിട്ടിയതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ പൊളിറ്റിക്കലൈസ് ചെയ്തല്ലോ. ജമാഅത്ത് ഇസ്ലാമി UDF-ൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറായി വന്നു. പഞ്ചായത്ത് ഇലക്ഷന് ഞങ്ങളുടെ 3-ാം വാർഡിലും 19-ാം വാർഡിലും വെൽഫെയർ പാർട്ടി UDF-ൻ്റെ ഘടകകക്ഷിയായിരുന്നു. അവിടെ മാത്രമല്ല കേരളം ഘടകകക്ഷിയാണോ? UDF-ൻ്റെ ഘടകകക്ഷിയായിട്ടാണ്. UDF സ്ഥാനാർത്ഥിയായിട്ടാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ചത്. പിന്നെ ഇരാറ്റുപേട്ടയിൽ 2 സീറ്റ് അവർക്ക് ഒഫീഷ്യലായിട്ട് കൊടുത്തു. ലീഗ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊടുത്തു. ലീഗും കോൺഗ്രസും 2 പേരും കൂടി ഇനിഷ്യേറ്റീവ് എടുത്തു. 2 സീറ്റ് അവർ അവിടെ മാത്രമല്ല കേരളം മുഴുവൻ എത്ര മത്സരിച്ചു വെൽഫെയർ പാർട്ടി മത്സരിച്ച് മുഴുവൻ UDF-ൻ്റെ ഘടകകക്ഷിയായിട്ട് തന്നെയല്ലേ. അപ്പം UDF-ൻ്റെ ഘടകകക്ഷിയായി വെൽഫെയർ പാർട്ടി മാറി അവിടെ കൃത്യമായൊരു സംവിധാനമായപ്പോൾ ഇനി പുറത്തു നിന്ന് ഇവരെ അധികം ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടായിക്കാണ്. ഈ SDP-ഐ ഇത്രയും പവർഫുള്ളായിട്ടിരിക്കുമ്പോൾ പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണല്ലോ SDP-ഐ എന്ന് പറയുന്നത്. 100%. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈരാറ്റുപേട്ടയെ സുരക്ഷിത ജീവിക്കാൻ പറ്റുന്നത്? അച്ഛന് തോക്കുണ്ട്, ഷോണിന് തോക്കില്ലല്ലോ. നാക്കുണ്ട് എന്നാലും അല്ലെന്നേ, അത് അച്ഛനത്ര ഒക്കത്തില്ല. അച്ഛൻ 7 ലോകത്തെ ഒക്കത്തില്ല. പക്ഷേ അതുകൊണ്ടല്ല, അത് അവർക്ക് ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ലല്ലോ. ഞങ്ങൾ ഇന്ന് BJP-യുടെ ഭാഗമാണ്. ഞങ്ങളുടെ മുകളിൽ കുറച്ച് ആളുകളുണ്ട്, അത് ഈ രാജ്യം ഭരിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനുള്ള തൻ്റെ ഇടമൊന്നും അവിടെ ഒരു ഭീഷണി ഉണ്ടോ അതിന് ജീവിക്കുമ്പോൾ? ഇല്ല, സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഭീഷണികൾ അത് കേരളത്തിൽ വില പോകില്ല എന്നവർക്കറിയാം. മാത്രമല്ല ഈരാറ്റുപേട്ടയിലൂടെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ഈരാറ്റുപേട്ടയാണോ? പിന്നെ ഞാൻ 24 മണിക്കൂർ ഈരാറ്റുപേട്ടയിൽ ഇറങ്ങുന്നത്. ആണോ? പിന്നെ യാതൊരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വിഷമമുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നിർത്തിക്കൊണ്ട് ഈരാറ്റുപേട്ട വണ്ടി നിർത്തത്തില്ല. അല്ല അതിലെ കടന്നു പോവുകയാണെങ്കിൽ എല്ലാവരും എല്ലാവരെയും അങ്ങനെ കരുതണ്ട കേട്ടോ. ഈരാറ്റുപേട്ടയിൽ ഈ വർഗീയ ചിന്തയില്ലാത്ത ജനാധിപത്യപരമായി ചിന്തിക്കുന്നവരും രാജ്യത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കരുത്. പക്ഷേ വിഷമമുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ ഞാൻ പാലായ്ക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ താമസം പോലും പാലായ്ക്ക് മാറ്റുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വീടിന് തൊട്ട് പുറകിൽ താമസിക്കുന്ന ബഷീർ മരിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. നേരത്തെ കുടുംബമായിട്ട് പറഞ്ഞില്ല. ഞാനില്ലായിരുന്നു അവിടെ. പക്ഷേ ബഷീർ മരിച്ചു എന്ന് ഞാൻ 2 ദിവസങ്ങൾക്ക് ശേഷം അറിയുന്നു. തൊട്ട് വീടിൻ്റെ പുറകിൽ താമസിക്കുന്നു. അപ്പോൾ പറഞ്ഞില്ല. ഷോൺ ജോർജോ PC ജോർജിനെയോ കല്യാണം വിളിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല ഈരാറ്റുപേട്ടയിലെ 3 മഹലുകളിലും. ആണോ? അതറിയോ? അല്ല, അതുകൊണ്ട് ഈ മഹലുകളിലുള്ളവരാരും SDP-ക്കാരല്ലല്ലോ.
മുസ്ലിം പിന്നെന്താണ് പക്ഷേ അവർക്കെല്ലാം STP പേടിയാണ്. STPയും ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെൻറ്റിന് അകത്താണല്ലോ ഇതെല്ലാം. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്കും PC ജോർജിനെ ഷോൺ ജോർജിനെ അനുകൂലിക്കാൻ, കാരണം നമ്മൾ ഈ സ്ഥിരമായി ആൻറ്റി നാഷണൽ ഓർഗനൈസേഷൻസിനെതിരെ സ്ഥിരമായി സംസാരിക്കുമ്പോൾ അത് മുഴുവൻ മുസ്ലിമിനെതിരാണെന്ന് സ്ഥാപിക്കുകയാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പം മുസ്ലിം വിരോധിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ. ചേട്ടാ ഒരു കാര്യം ഇവിടെ, ചേട്ടൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം വിരോധിയാണ്. ചേട്ടൻ ഇന്ന് വരെ ഖുറാനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകനെ പറഞ്ഞിട്ടുണ്ടോ? ഈവൻ ഇസ്ലാം എന്ന മതത്തെയും പറഞ്ഞിട്ടില്ല. ഞാനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനും ഒരു തികഞ്ഞ ഇസ്ലാം വിരോധിയാണ്. എനിക്കറിയില്ല, നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയും, അത് ഇതല്ല, അതൊരിക്കലും മതവിശ്വാസത്തെയോ മുസ്ലിം സമുദായത്തെയോ അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാവുന്നില്ല, അത് മനസ്സിലാക്കാൻ സമ്മതിക്കില്ല. കാരണം അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, ഈ AP അഹമ്മദിനെ പോലുള്ള ആളുകളൊക്കെ അതിനകത്ത് പ്രതികരിക്കുന്നവരുണ്ട്, അവരെ സമുദായ വിരുദ്ധരാക്കല്ലേ. ഒരാളെ പ്രതികരിച്ചാൽ അയാളെ സമുദായ വിരുദ്ധ, അയാളെ പുറത്താക്കും. അയാളെ കുടുംബക്കാർക്ക് പോലും പിന്നെ ഒരു കല്യാണം കഴിക്കാൻ പറ്റുന്ന അവർ മുസ്ലിം നാമധാരികളായതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാം. പക്ഷെ നമ്മുടെ ഒന്നും അവസ്ഥ അങ്ങനല്ല. അവിടെ പ്രശ്നം വെച്ചാൽ വളരെ എളുപ്പത്തിൽ, മാത്രമല്ല കേസുണ്ടാവും. എൻ്റെയൊക്കെ ഞാനൊക്കെ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച കേസാണ്. അത് വെച്ചാൽ പണ്ടുള്ളതിനൊക്കെ. അപ്പായ്ക്ക് എത്ര കേസായി? അപ്പായ്ക്ക് 9-10 കേസ് കണ്ടേ. എനിക്ക് 130 കേസുണ്ട്. അയച്ചാൽ നമ്മൾ വെറുതെ ഒന്നും ചെയ്യണം. അപ്പം ഞാൻ ഈ കേരളത്തിൽ ഒരുപാട് യൂട്യൂബർമാരുണ്ട്, വായിത്തൊന്ന് വിളിച്ചു പറയുന്നവരുണ്ട്, വർഗീയത പറയുന്നവരുണ്ട്, എല്ലാ മതത്തെയും ബന്ധപ്പെട്ട് പറയും. ഞാനൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടോ? വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വീടിന് നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു വലിയ മോബായിരുന്നു. പക്ഷേ ഇത് പർപ്പസ്ഫുള്ളി ഇപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഇവരുടെ നിലപാടിപ്പോൾ അവർ വളരെ വളരെ കണ്ടും സൂക്ഷിച്ചുമാണ്. ഞാൻ പറയില്ലേ, എൻ്റെ കൂടെ ചായ കുടിക്കാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ രാവിലെ ചായ കുടിക്കാൻ പോകും. ഞങ്ങൾ ചേന്നാട് കവല, എൻ്റെ വീട് തൊട്ട് ചേന്നാട് കവല കടയുണ്ട്, ഹുസൈൻ കടയെന്ന് പറയും. വലിയ ഫേമസ് യൂട്യൂബർമാരൊക്കെ കടയെന്ന് പറയും. നല്ല പൊറോട്ടയും മട്ടൻ ചാപ്സും കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി ചിലപ്പം ചൂട് പൊറോട്ടയും മട്ടൻ ചാപ്സുമാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ ചായ കുടിച്ചിട്ട് വരും. അപ്പം ഞാനും ഇവനും കൂടെ പുറത്ത് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മുസ്ലിമാണ്, തൊട്ടായാലും അത് നമുക്ക് നമ്മുടെ സഹോദരന്മാരെ പോലെ ജീവിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ രാവിലെ എല്ലാം മിക്കവാറും ദിവസം എൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ ഞങ്ങളവിടെ ചായ കുടിച്ചുകൊണ്ട് വന്നപ്പം എൻ്റെ ഡ്രൈവർ അതിലേ വന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട്, ഞാനൊരു ടീഷർട്ടും ജീൻസാണ് ഇട്ടേക്കുന്നത്, ജീൻസല്ല ഒരു പാൻറ്റായിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് ചായ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊരു ഫോട്ടോ എടുത്തു. അതുകൊണ്ട് എനിക്ക് അതിനെ അയച്ചു തരികയും ചെയ്തു. ഞാൻ ആ ഫോട്ടോ എടുത്തപ്പോൾ നല്ല രസമുള്ളൊരു ഭംഗിയുള്ളൊരു ഫോട്ടോ. ഞാൻ ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു, പ്രിയ സുഹൃത്ത് ഇന്നയാളുമായി ഒരു ചായ കുടി. ആ ചെറുപ്പക്കാരൻ മാസങ്ങളെടുത്ത് പിന്നെ ഒന്ന് പള്ളിയിൽ പോകാൻ. ആണോ? അവനെ ചീത്തവിളിയോട് ചീത്തവിളി. അവനിപ്പോൾ എൻ്റെ അടുത്ത് പോലും വരത്തില്ല. കാരണം അവൻ അത്രമാത്രം അവനെ ഹറാസ് ചെയ്തു. അവൻ വെള്ളിയാഴ്ച പള്ളി പോകാൻ, അങ്ങനെ 5 നേരം പള്ളിയിൽ പോകുന്ന ആളല്ല, അവൻ പലയിടത്ത് യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ അവന് വെള്ളിയാഴ്ച കൃത്യമായിട്ട് വെള്ളിയാഴ്ച അത് കഴിഞ്ഞിട്ടുള്ള 2-3 വെള്ളിയാഴ്ച അവൻ കാഞ്ഞിരപ്പള്ളി പോയാണ് പള്ളിയിൽ പോയത്. നല്ല ഈശ്വര വിശ്വാസിയാണ്. അപ്പോൾ അവന് ഉണ്ടായ സാഹചര്യം രസമല്ല. എനിക്ക് എന്തിന് ചായ കൊടുത്തു എന്ന് ചോദിച്ചു ഹുസൈൻ ഹോട്ടലിൽ അവനെ പോയി ഭീഷണിപ്പെടുത്തി. ശരി, അതും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കാൻ പാടില്ല. എന്ത് ഇങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുന്ന, ഇത് ഇന്ത്യയല്ലേ, ഇത് കേരളമല്ലേ? ഇത് പപ്പയുടെ ഇതേ സമീപനാണോ? സെയിം സമീപനാണ്. അല്ലാതെ ഇത് എല്ലാവർക്കും അല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറേ ആളുകൾ എന്നാൽ ഇത് അവനോട് പോയി പറഞ്ഞു, ചായക്കടക്കാരനോട് പറഞ്ഞു, മുസ്ലിമാണ്, അവനോട് പോയി പറഞ്ഞു, അവനെന്താ ചായ കൊടുത്ത്, എനിക്ക് സൗകര്യമുള്ളൂ ഞാൻ ചായ കൊടുക്കുന്നു. അങ്ങനെ പറയുന്ന അപൂർവ ആളുകളുണ്ട്. പക്ഷേ പിന്നെ അവൻ്റെ പുറത്ത് സമ്മർദ്ദമാകും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം PC ജോർജിന് വോട്ട് ചെയ്യാൻ ഉറപ്പിച്ചിരുന്ന ഒരു 500 വോട്ടെങ്കിലും ഇരാറ്റുപേട്ടെ മുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നു. അത് ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ഓരോരുത്തരുടെയും വീട്ടിൽ ആളുകൾ ചെന്നു ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തി, അല്ലാത്തവരെ ഖുർആൻ വായിച്ചെന്ന് സത്യം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യും? അപ്പോൾ ഈ പിന്നെ ഞാൻ ചോദിക്കണത്, ഇത്തരം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തും PC ജോർജ് പൂഞ്ഞാറ് വീണ്ടും മത്സരിക്കുന്നത് കേൾക്കുന്നത് റിസ്ക് അല്ലേ? ഒരു മതേതര സമൂഹം ഈ നാട്ടിലില്ലേ? ഇതിനെതിരെ പോരാടുന്നവർക്കൊരു വിലയില്ല ഈ നാട്ടിൽ. അപ്പോൾ ആ മതേതര സമൂഹം അത് വിലയിരുത്തും. ആ മുസ്ലിം സമുദായത്തിനകത്തുനിന്നും ഈ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ PC ജോർജിന് വോട്ട് ചെയ്യുന്ന എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള കുറച്ചാളുകൾ കാണാല്ലേ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സജീവമായിട്ട് ഈ BJP ചേർന്നതിന് ശേഷം പപ്പയെ അങ്ങോട്ട് സജീവമായി കാണുന്നില്ലല്ലോ. 1-2 കേസൊക്കെ ഇടയ്ക്കുണ്ടായെന്ന് ചോദിച്ചാൽ. അല്ല, പുള്ളി, ഞാൻ പാർട്ടിയുടെ ഭാരവാഹിയായി, അദ്ദേഹം നാഷണൽ കൗൺസിൽ മെമ്പറാണ്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയിലും 1-2 പത്രസമ്മേളനം നടന്ന ആളാണ് അദ്ദേഹം. പണ്ട് BJPയുടെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ. BJPക്ക്
പി സി ജോർജ് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമുണ്ടെങ്കിൽ പി സി ജോർജിനെ അറിയിക്കും, അദ്ദേഹം അഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ ഷോൺ ജോർജ് പറയണമെങ്കിൽ ഷോൺ ജോർജ് പറയും, അത്രേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹം പിന്നെ പപ്പ കുറേ കൂടെ റിലാക്സ്ഡ് ആയിരുന്നു ഈ ഒരു സമയത്ത്. നമ്മളും അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ എന്നാ പറയുന്നത് 10-50 വർഷം നിലം തൊടാതെ ജനങ്ങൾക്ക് വേണ്ടി ഓടിയൊരു മനുഷ്യനാണ്. അപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇലക്ഷൻ രംഗത്ത് 10 മടങ്ങ് സജീവമായി പുള്ളി സജീവമായി. അദ്ദേഹം പൂഞ്ഞാറ് മത്സരിച്ചേക്കുമെന്നാണ് പല കറച്ചിൽ. അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു സാധ്യത മത്സരിച്ചാൽ എങ്ങനെയാണ് സാധ്യത? പി സി ജോർജിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ പൂഞ്ഞാറിൽ അവതരിപ്പിക്കാൻ ബി ജെ പിക്കില്ല. അല്ല, എല്ലാ വശങ്ങളും ബി ജെ പി ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് പോയേക്കുന്ന 3 പേരുകൾ പോയിട്ടുണ്ട്. അതിനകത്ത് എന്താണ് സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പാർലമെൻറ്റ് ബോർഡ് തീരുമാനിക്കുന്നത് അറിയില്ല. അതിനകത്ത് മികച്ച സ്ഥാനാർത്ഥി പി സി ജോർജ് ആണെന്നുള്ള കാര്യം ആർക്കും ഒരു സംശയമില്ല. ഞങ്ങൾ 2 പേരും കൂടെ മത്സരിക്കരുത് എന്നാണ്. അതാണ് ഒരു ചോദ്യം. 2 പേരും മത്സരിക്കുന്നു, ശരിയാവോ? അതാണ് എൻ്റെ ചേട്ടാ, അത് ഒറ്റ വാക്കിൽ ശരിയാകില്ല. അതാണ് സത്യം. കാരണം 2 പേരും കൂടെ മത്സരിക്കാൻ പോകുമ്പോൾ എത്രയൊക്കെയാണെങ്കിലും കുറേ സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞാൽ പോലും പ്രചരണത്തിന് ഒരാൾ മാറേണ്ടി വരുമല്ലോ. അതാണ് വെച്ചാൽ ഞാനാണ് പപ്പയുടെ ഇലക്ഷനെ കൺട്രോൾ ചെയ്തിരുന്നത് വർഷങ്ങളായി. ഒരു 2006 മുതലെങ്കിലും ഞാനാണ് പപ്പയുടെ ഇലക്ഷൻ കൺട്രോൾ ചെയ്തത്. അപ്പം ഞാൻ മറ്റിടത്ത് മത്സരിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനൊരു പ്രശ്നം പറ്റും. പക്ഷേ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ അത് RSS BJP-ക്കൊക്കെ പറ്റും അല്ലേ? അതെ. അല്ല പിന്നെ അല്ല പണ്ടത്തെ പോലെ അല്ല. പണ്ട് ജനപക്ഷമായിരുന്നപ്പോൾ ഉള്ള സംവിധാനമല്ലോ. ഇപ്പോൾ BJP ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്, വലിയ നേതൃത്വമുണ്ട്, മാനേജ് പോകാം. അപ്പം ഇത് 2 കൂടെ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പിന്നെ പറയാം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചു. പക്ഷേ നമ്മുടെ ആവശ്യത്തോടെ അനുഭാവപൂർവമായ നിലപാടല്ല പാർട്ടിക്കുള്ളത്. മത്സരിക്കേണ്ട നിലപാടില്ലെന്നൊക്കെയാണ്. ഈ പപ്പയെക്കുറിച്ച് കേട്ടൊരു കാര്യം, ഈ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആക്കുന്ന അതിനെക്കുറിച്ചും പിന്നെ കേട്ടില്ല. അല്ല, അങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് എന്തോ ആകട്ടെ, പി സി ജോർജും പത്മജ വേണുഗോപാലും മത്സരിക്കണം എന്നുള്ളത് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അവർ 2 പേരും മത്സരിക്കണം എന്നുള്ള കർശനമായ ഒരു നിലപാട് മുകളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് എങ്ങനെ ബാക്കി പാർലമെൻറ്റ് ബോർഡ് തീരുമാനിക്കും. ഈ പാലായം മത്സരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത എല്ലാത്തിൻ്റെയും കൂടെ സാരാംശം എടുത്താൽ BJP-യുടെ അടുത്ത പടിയാണ് പാല. പാല പോലെ പൊട്ടൻഷ്യലുള്ള പാലായിൽ എത്ര വോട്ട് കിട്ടിയാൽ ജയിക്കാൻ പറ്റും? പാലായിൽ ത്രികോണ മത്സരം നടക്കുന്നു. 50,000 വോട്ട് കിട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറവായിരുന്നല്ലോ. BJP-യുടെ ബേസ് വോട്ട് തന്നെ 2016 27,000 വോട്ടുണ്ട്. 26 ഉണ്ട്. 2016 BJP-ക്ക് 25,000 ബേസ് വോട്ടുള്ള മണ്ഡലമാണ്. അത് അന്ന് മോദി എഫക്റ്റ് ഇല്ല, മോദി തരംഗമില്ല, മോദിയുടെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്ത് വന്നതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ നിന്നും ഒരുപക്ഷെ 2016 മോദി എന്ന് പറയുന്നൊരു ഫാക്ടർ എന്നെയോ ചേട്ടനെയോ പോലും ബാധിക്കുന്നൊരു കാര്യമല്ല. നമ്മളാരും ചിന്തിച്ചിട്ടില്ല. 2021 കാര്യം പറയുന്നത്. 2021 താഴെ പോയി. 10 ദിവസം മുമ്പ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രചരണത്തിന് പോയത്, ഏറ്റവും ലാസ്റ്റ് തീരുമാനിച്ചത്. പക്ഷേ 2014 പക്ഷേ മോദി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിരുന്നു. അല്ല 14 അധികാരത്തിൽ വന്നു. പക്ഷേ 2019 മുതലാണല്ലോ ഒരു മോദി തരംഗം ഉണ്ടായത്. ഞാനൊക്കെ 2018-19 മോദിയെ എതിർക്കുന്നവരാണ്. കാരണം അത് BJP എതിർക്കുന്നത് മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ മോദി ആരാധന തുടങ്ങിയിട്ടില്ല. ഇപ്പം ഏതൊരു സാധാരണ മലയാളിയുടെ മനസ്സിലുണ്ട്. 25,000 വോട്ടിൽ നിന്നും ഇപ്പോൾ അത് 40,000 എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അത് തദ്ദേശ സമരത്തിൽ വന്നു. തദ്ദേശ സമരത്തിൽ 24,000 വോട്ടാണ് വന്നിട്ടുള്ളത്. BJP-ക്ക് 24,000 വന്നിട്ടുള്ളൂ. BJP-ക്ക് പാലാ നിയോജകമണ്ഡലത്തിൽ 9,853 മെമ്പർഷിപ്പുള്ള പാർട്ടിയാണ്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പാലായിൽ അത്ര മെമ്പർഷിപ്പില്ല. ഈ BJP-യുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ എല്ലാവരും പറയുന്നത് BJP-ക്ക് 5 സീറ്റ് കിട്ടും, 10 സീറ്റ് കിട്ടും, ചിലപ്പോൾ 15 സീറ്റ് കിട്ടും. ശരിക്കും BJP-ക്ക് 86 സീറ്റിൽ വിന്നിങ് കപ്പാസിറ്റി ഉള്ള സീറ്റാണ്. 86 സീറ്റിൽ 15,000 കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൂ. 86 സീറ്റിൽ 15,000 കൂടുതൽ വോട്ടുണ്ട് ഈ പാർട്ടിക്ക്. ഈ 15,000 വോട്ട് ആരാ ചെയ്യുന്നത്? നിഷ്പക്ഷ വോട്ടല്ലാതെ. അതെ, അത് BJP വോട്ടാണ്. പക്കാ BJP വോട്ട്. തോക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്യുന്ന വോട്ടല്ലത്. അതെ, 15,000 പ്രവർത്തകരാണ്. സത്യം പറഞ്ഞാൽ 15,000 പ്രവർത്തകരാണ്. അതൊരു ഒരു നിയോജകമണ്ഡലത്തിൽ 15,000 ഒന്നും വേണ്ട ചേട്ടാ. ഒരു നിയോജകമണ്ഡലത്തിൽ 1000 പ്രവർത്തകരുണ്ടെങ്കിൽ ജയിച്ചു വരാം.
2016 ജനപക്ഷം അനുസരിച്ച് ജനപക്ഷത്തിന് ഒരു 2000 കൂടുതൽ പ്രവർത്തകരുണ്ടോ? അത് പി സി ജോർജിൻ്റെ പ്രവർത്തകർ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന സമയത്ത് അടുക്കം പാലാ നിയോജകമണ്ഡലം തലനാട് അടുക്കം ജോയി എന്ന് കേട്ടിട്ടുണ്ട്. അടുക്കം ജോയി അഡ്വക്കേറ്റാണ്. തലനാട് ആരോ ഒരാളെന്നോട് അടുക്കം ജോയി പ്രശസ്തരായ വക്കീലാണ്. ജേക്കബ് തോമസായിട്ടൊന്നും ബന്ധമുണ്ടോ? ഇല്ല, അദ്ദേഹം ശരിക്കും പൂഞ്ഞാറുകാരനാണ്. അപ്പോൾ ഈ അടുക്കം വണ്ടിയെ പുള്ളി സെൻറ് തോമസ് കോളേജിൽ പോകുമായിരുന്നു. അപ്പോൾ അടുക്കം വണ്ടി വരുന്നതുകൊണ്ട് തന്നെ അടുക്കം ജോയി പേര് വീണ കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ് അദ്ദേഹം. ശരി, എന്നിട്ട് അടുക്കം ഞാൻ ആ അടുക്കത്ത് അല്ലെങ്കിൽ തലനാട് ഗ്രാമപഞ്ചായത്തിൽ എനിക്കുണ്ടായിരുന്ന പ്രവർത്തകരാകെ 5 പേരാണ്. ഒരു നസീർ അണ്ണൻ, ഒരു ഇസ്മായിൽ അണ്ണൻ, ജനപക്ഷത്തായിരുന്നു കഴിഞ്ഞ പഞ്ചായത്തിന് ഇസ്മായിൽ അണ്ണൻ, ഒരു പ്രതീഷ്, ഒരു മാത്തൻ, ഒരു ബാസിയാണ്. 5 പേര്. ഈ രാജേഷ്, ഈ 5 പേരും കൂടെ ആ പഞ്ചായത്ത് മുഴുവൻ വീട് കയറി. എനിക്ക് ആ പഞ്ചായത്തിന് 350 തൊട്ട് ലീഡുണ്ട്. ആണോ? മനസ്സിലായില്ല? 5 പേര്. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ 5 പേര് മതി. പിന്നെ കൊടുക്കാൻ നല്ല മുഖങ്ങൾ കൊടുക്കാൻ പറ്റണം. ഞാൻ പറയല്ലേ, BJPക്ക് സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾക്ക് കുറേ മുഖങ്ങൾ ആവശ്യമുണ്ട്. ഇനിയും ഇപ്പം തന്നെ നമുക്ക് ധാരാളം മുഖങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പം അജിത്തേട്ടൻ വന്നു, നമ്മുടെ ഈ രാജേന്ദ്രൻ വന്നു, അങ്ങനെ നിരവധി മുഖങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ കൊട്ടാരക്കരയിൽ ജയലക്ഷ്മി വന്നു. അപ്പോൾ മാരാർ വന്നിരിക്കുന്നു, 2020 വന്നിരിക്കുന്നു. സാബു ചേട്ടനൊക്കെ ഒരു വലിയ മുഖമാണ്. അപ്പം ആ മുഖങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടുകയാണ്. പാലായിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പാലായിൽ ഞാനിപ്പോൾ പറഞ്ഞ ചേട്ടനത് അംഗീകരിക്കില്ല. അതാണ് പ്രശ്നം. കാരണം കുറച്ചൊക്കെ ചേട്ടനറിയാം. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ ഷോൺ ജോർജ് ജയിക്കും. ചിരിച്ച കണ്ടോ? ആഗ്രഹമല്ല, നടക്കാൻ പോകുന്ന കാര്യം. അതെങ്ങനെ നടക്കും? ഞാൻ എൻ്റെ കണക്കും സ്ട്രാറ്റജി ഞാൻ പറയില്ല. കാരണം ഇത് ഞാൻ ചേട്ടനോട് ഈ മൈക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചേട്ടനോട് പറയാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിമ്പിളായിട്ട്. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധം ഒരു പ്രവണത പാലായിലുണ്ട്. അത് ജോസ് കെ മാണി വിരുദ്ധ വോട്ടാണ്. ഞാനതൊരു നമ്മൾ മറ്റു മണ്ഡലത്തിൽ CPM വിരുദ്ധ വോട്ടുണ്ടാവാം, കോൺഗ്രസ് വിരുദ്ധ വോട്ടുണ്ടാവാം. പക്ഷേ ജോസ് കെ മാണി വിരുദ്ധ വോട്ടെന്ന് പറയുന്നൊരു സാധനമുണ്ട്. 10,000 വോട്ടെങ്കിലും കാണും ഈ ജോസ് കെ മാണി വിരുദ്ധ വോട്ട്. ഈ 10,000 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാപ്പന് പോയി. ഇക്കുറി ജോസ് കെ മാണി വിരുദ്ധ വോട്ട് കാപ്പനും ഷോൺ ജോർജിനുമായി വിഭജിക്കപ്പെട്ടു പോയാൽ ജോസ് കെ മാണി ജയിക്കത്തില്ലേ? ജോസ് കെ മാണിയാണോ LDF സ്ഥാനാർത്ഥി എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ പറയാം, ജോസ് കെ മാണിയുടെ ഏക ആത്മവിശ്വാസം എന്ന് ഷോൺ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജോസ് കെ മാണിക്ക് ഷോൺ മത്സരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ആത്മവിശ്വാസം കൂടിയത്. അതിൻ്റെ ശാസ്ത്രം ഇതാണ്, ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ ചിതറുമെന്നുള്ളതാണ്. പാല എന്ന് പറയുന്നത് പ്രബുദ്ധമായ ജനതയാണ്. 2004 മോദിയില്ല, BJP ശക്തിയില്ല, ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ 2004 അന്നത്തെ മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ കടപ്ലാമറ്റം, മരങ്ങാട്ടുപള്ളി, ഉഴുവൂർ ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലങ്ങൾ പാലായായിരുന്ന കാലഘട്ടത്തിൽ 12,000 വോട്ട് PC തോമസിന് ലീഡ് കൊടുത്ത മണ്ഡലമാണ്. NDA സ്ഥാനാർത്ഥിയായി PC തോമസിന് ലീഡ് കൊടുത്ത മണ്ഡലം പാല 2004. മനസ്സിലായില്ലേ? PC തോമസ് NDA സ്ഥാനാർത്ഥിയെ മത്സരിച്ചല്ലേ? അതെ. 2004 500 വോട്ടിന് ഇസ്മായിലിനോട് ജയിച്ചപ്പോൾ അന്ന് പാലായെ ജയിപ്പിച്ചേ 16,600 വോട്ട് PC തോമസിന് പാലാ നിയോജകമണ്ഡലത്തിൽ ലീഡുണ്ടെന്ന് 3-ാം സ്ഥാനത്താണ് ജോസ് കെ മാണി. ഈ പ്രാവശ്യം കാരണം എഴുതി വെച്ചു, ജോസ് കെ മാണി പാലാ നിയോജകമണ്ഡലത്തിൽ 30,000 കൂടുതൽ വോട്ട് പിടിക്കില്ല. എഴുതി വെച്ചു. കാരണം ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് പറയാം. പക്ഷേ ഷോൺ ജോർജ് ആണ് സ്ഥാനാർത്ഥി എങ്കിൽ ഷോൺ ജോർജും മാണി സി കാപ്പനും തമ്മിലായിരിക്കും അവിടെ മത്സരം. ജോസ് കെ മാണി അവിടെ അപ്രസക്തനാണ്. അദ്ദേഹത്തിന് 30,000 വോട്ട് പാലാ നിയോജകമണ്ഡലത്തിൽ തയ്ക്കാൻ കഴിയില്ല. ഇതെന്നെ ജോസ് കെ മാണിക്ക് മനസ്സിലാവാത്ത? ജോസ് കെ മാണിക്ക് ആരെങ്കിലും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കേൾക്കാരുന്ന പുള്ളി എന്നേ നന്നായി പോയാൽ ജോസ് കെ മാണിക്ക് വേണേൽ കടുത്തുരുത്ത് മത്സരിച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട്. അവിടെ ജയിക്കില്ല. അത്ര മോശമാണ് ജോസ് കെ മാണി. അങ്ങ് ജോസ് കെ മാണി മോശമാണോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനിവിടെ, പക്ഷേ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. അത് പറയാതിരിക്കും പറ്റും. എത്രയാണെങ്കിലും ഞാനൊരു കാര്യം പറ്റും, എന്തിനാണ് ജോസ് കെ മാണി പാലക്കാർ ഇതിന് മാത്രം വെറുക്കുന്നത്? മാണി സാറിനെ നെഞ്ചിലേറ്റി നടന്ന പാല എന്തിനാണ് ജോസ് കെ മാണി ഇതിന് മാത്രം വെറുക്കുന്നത്? മേ ബി എ റീസൺ അല്ലേ? അതിനൊരു റീസൺ ഉണ്ട്.
ഒരു അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം പാവമാണെന്ന് തോന്നിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളതിൽ ഞാൻ കണ്ട 2 വർഷത്തെ രാഷ്ട്രീയക്കാരന് വേണ്ട ഒരു ശരീരഭാഷ പോലും ഇല്ല. 2016 മാണി സാർ ജയിച്ചപ്പോൾ 4400 വോട്ടിൻ്റെ പുരുഷ ജയിച്ച്. അന്ന് മാണി സാറിൻ്റെ കൂടെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ ചേട്ടൻ അറിയാവുന്നവരെ കുറച്ച് പേരെ ഞാൻ പറയാം. ഒന്ന് ജോയി എബ്രാഹിം, ജോയി നടുക്കര, നമ്മുടെ കുര്യാക്കോസ് പടവൻ, സിബി പുത്തേട്ട്. സിബി പുത്തേട്ട് മാണി സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പാറല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ എടുത്താൽ വലിയപറമ്പി കുഞ്ഞ്, അങ്ങനെ എടുത്താൽ ഒരു 25 പേരെ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം പഞ്ചായത്ത് മെമ്പർമാരോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരോ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആയിട്ടുള്ള ഒരു 25 പേര് ഈ 2016 നിന്ന് 2026 ആയപ്പം മാണി ഗ്രൂപ്പിലില്ല. ഒന്നെങ്കിൽ അവർ രാഷ്ട്രീയം നിർത്തി, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിലോ കോൺഗ്രസിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മാറിപ്പോയി. ഇതെന്താ ഇത്രമാത്രം ഈ ജോസ് കെ മാണിയുടെ ഇത്ര വെറുപ്പ്? അത് സ്വയം എനിക്ക് വ്യക്തിപരമായ ഒരാളെ കുറ്റം പറയുന്ന ഇഷ്ടമില്ല കേട്ടോ. അത് അയാൾ വിലയിരുത്തട്ടെ. എന്താണെങ്കിലും നിലനിൽപ്പ് ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ചേട്ടൻ ഇനി മുമ്പോട്ട് രാഷ്ട്രീയം, ഇപ്പോൾ തൽക്കാലം ഇച്ചിരൊക്കെ ക്രൈസിസ് ഒക്കെ ഉണ്ടാകും, പക്ഷേ മുമ്പോട്ട് രാഷ്ട്രീയം വേണമെങ്കിൽ ഞങ്ങളോട് പോരാൻ. അല്ല, അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ക്ഷീണമല്ലേ? ഇപ്പോൾ ജോസ് കെ മാണി ഇന്ത്യയിലേക്ക് വന്നാൽ എന്തായാലും മാന്യമായി അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അല്ല, ഞാൻ രാജീവേട്ടനെ നിർത്തിക്കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ജോസ് കെ മാണി ഇങ്ങ് വാ തന്നെ. ഇനി കേരള കോൺഗ്രസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അയാൾക്ക് എവിടെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം MLA സ്ഥാനം മതിയെങ്കിൽ ഏതൊക്കെ മുന്നണി പോട്ടെ. പക്ഷെ അയാൾക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് നിലനിർത്തണമെന്നാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹമെങ്കിൽ അതിൽ ഇന്ത്യയിലേക്ക് വരണം. ഞാൻ രാജീവേട്ടന് മുമ്പ് വെച്ചാൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ വന്നാൽ ഏറ്റവും കൂടുതൽ പേഴ്സണലി ദോഷം ഉണ്ടാകുന്ന ഒരാൾ ജനം വിലയിരുത്തുന്നത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഞാനായിരിക്കും. ഞാൻ ആ നഷ്ടമൊക്കെ സഹിച്ചു. കാരണം ഞാൻ ആരാന്ന് ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാൾ ഭീഷണിയാകും എന്ന്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്നെ സംബന്ധിച്ച് ഒരാൾ വന്നെന്നോർത്ത് എൻ്റെ പ്രസക്തി പോകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായ ആളുകളെ ഇപ്പോൾ എത്ര ആളുകൾ നിങ്ങളെവിടെ വരുന്നു അവരെല്ലാം സ്വീകരിക്കണം, എല്ലാം മാക്സിമം ആളെ കൂട്ടണം, പരമാവധി ആളുകൾ വരണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തടസ്സമല്ല. മാത്രമല്ല ഇപ്രാവശ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വന്നാൽ എനിക്ക് എൻ്റെ സിറ്റിംഗ് സീറ്റല്ലേ, അങ്ങനെ പ്രശ്നമില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ LDF ആണ് ഔട്ടാവുന്നത്, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. ഈ രാഷ്ട്രീയ മാറ്റത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ജോസ് കെ മാണി NDAയുടെ ഘടകകക്ഷിയായി മാറും എന്നുള്ളതാണ്. ഇത് സംഭവിക്കും. കാരണം കേരളത്തിൽ ഇനി അങ്ങനെ സംഭവിക്കും. ഈ അടുത്ത് CPMൻ്റെ ഇത്തവണത്തെ തോൽവി ഞാൻ പാർട്ടി ഇല്ലാതാക്കും, ആ മുന്നണി ചിഹ്നഭിന്നമാകും. ഒരു വശത്ത് BJPയും മറുവശത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്ന ഒരു വലിയൊരു പൊളിറ്റിക്കൽ തിരിവ് കേരളത്തിലുണ്ടാവും. അപ്പം ജോസ് കെ മാണിക്ക് നിങ്ങൾ എങ്ങനെ സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം. കാരണം നിങ്ങൾ അവിടുത്തെ സിറ്റിംഗ് MLA ആയി കഴിഞ്ഞല്ലോ അപ്പോഴത്തേക്ക്. അതെ, അപ്പോൾ എന്ത് ചെയ്യും? വേറെ സീറ്റുകളുണ്ടല്ലോ. പൂഞ്ഞാറിൽ പൂയാർ മത്സരിക്കാം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി മത്സരിക്കാം, അല്ലെങ്കിൽ പുതുപ്പള്ളി മത്സരിക്കാം. പൂഞ്ഞാറും പാലയും മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളല്ലേ. മാത്രമല്ല പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത് നിയമസഭാ സീറ്റ് മാത്രമല്ലല്ലോ. അദ്ദേഹത്തിന് എത്രയോ വലിയ പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാം. അദ്ദേഹത്തിനല്ല, വ്യക്തി എന്നുള്ളതല്ല, കേരള കോൺഗ്രസിൻ്റെ ജന്മ ഉദ്ദേശം ഉണ്ട്. അവിടെ നിന്നും കേരള കോൺഗ്രസ് എങ്ങോട്ടേക്കോ പോയിരിക്കുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് തിരിച്ചു വരണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. നിങ്ങൾ പാലായിൽ മിക്കവാറും പോകും? ഇപ്പോൾ ഞാൻ പാല താമസമാക്കി. ആണോ? ഞാൻ പുലിയന്നൂരോട്ട് താമസം മാറ്റി. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഒറ്റയ്ക്ക്? അനിയനുണ്ട്. അവൻ ഡോക്ടർ അല്ലേ? ഡോക്ടറാണ്. എവിടെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. മാർസിലുവേലായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം എൻട്രൻസ് പഠിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് പാലായിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പം അമ്മയും ഷോണിൻ്റെ വൈഫും ഈ അനിയനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ചേട്ടന് മനസ്സിലായില്ലേ? വർത്താനം പറഞ്ഞു. അന്നാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ആരെയും കാണിക്കാതെ രഹസ്യമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അവനങ്ങനെ എൻ്റെ പപ്പയുടെയൊക്കെ ഇലക്ഷൻ സമയത്ത് ഇറങ്ങി വീട് കയറാനൊക്കെ പോകുന്നല്ലാതെ അങ്ങനെ വലിയ പൊളിറ്റിക്കലി. ഞാൻ പക്ഷേ എനിക്ക് തോന്നുന്ന സെൻറ് തോമസിലെ പഠിച്ചിരുന്നത് ഇവിടെ ചീഫ് അവിടെ അല്ല, അതിന് മുമ്പ് സെൻറ് തോമസ്. അത് കഴിഞ്ഞ് MBBS ആയിരുന്നു. MBBS പഠിച്ച് ഇറങ്ങി. ഇപ്പം 1 വർഷം പ്രാക്ടീസ് ചെയ്തു. അത് ഞാനും അവനുമായിട്ട് 14 വയസ്സ് വ്യത്യാസമുണ്ട്. ചേട്ടനനിയൻ എന്നുള്ളൊരു ബന്ധമല്ല, ഞാൻ അവനുമായിട്ടുള്ളൊരു ഒരു അപ്പൻ മകൻ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞാൻ അവനെ കണ്ടിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. ശുദ്ധനായ മനുഷ്യനാണ്. അവരവിടെ താമസം ഇരാറ്റുപേട്ട. നിങ്ങൾ ഈ പുലിയന്നൂർക്ക് മാറി? ശരി. വൈഫും മോള് കാഞ്ഞിരപ്പള്ളിയാണ് പഠിക്കുന്നത്. അപ്പോൾ ആനക്കല്ലിന് ഓപ്പോസിറ്റ് ഗാർഡൻ സ്കൂൾ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പക്ക പാലക്കാരനായി?
പാലാ ഈരാറ്റുപേട്ട തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ലല്ലോ. പാലായുടെ പൾസ് എങ്ങനെയാന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റം പാല ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ഇവർ രണ്ടുപേരും പരസ്പരം ഇരുന്ന് അവർ കാരണം ഇത് നടന്നില്ല, ഇവർ കാരണം അത് നടന്നില്ല എന്ന് പറയുന്നല്ലാതെ പാലയിലൊന്നും നടന്നിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പാലായ്ക്ക് വലിയ പൊട്ടൻഷ്യലുണ്ട്. അത് റോഡും പാലവും ഒന്നും മാത്രമല്ല, പാലായിലൊരു ജനറേഷൻ തന്നെ ഇല്ലിപ്പോൾ. വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ സംഭവിക്കുന്നു. വിദേശത്തേക്ക് പോയി. അയ്യോ, പല വീടുകളും വൃദ്ധ കേന്ദ്രങ്ങളെന്ന് പറയാം, ആ രീതിയിലാണ് പോകുന്നത്. അവരെല്ലാവരും മക്കളെവിടെയാണ് വിദേശത്താന്ന് പറയുമ്പോൾ സന്തോഷത്തോട് പറയുമെങ്കിലും അവരുടെ ഉള്ളിലൊരു വിഷമമുണ്ട്, കൂടെ ഇല്ല എന്നുള്ളത്. ഞാൻ പാലായോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ കാർഷിക മേഖലയുടെ തിരിച്ചുവരവാണ്. റബ്ബറിലൂടെ എന്ന് ഞാൻ പറയില്ല, പക്ഷേ പാലായിക്ക് വലിയ പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ പാലായിൽ നിന്ന് പോയി ജോലി ചെയ്യുന്ന പിള്ളേരെ ഉള്ളൂ ഈ തമിഴ്നാടും കർണാടക ആന്ധ്രയും മുഴുവൻ ജോലി ചെയ്യുന്ന പിള്ളേർ പാലായിൽ നിന്ന് പോലെ. നമുക്ക് IT രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ പാലായി ചെയ്യാൻ കഴിയും. ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. 4 പഞ്ചായത്ത്, ഇഴുവില, പൂഞ്ചിറയും ഇല്ലിക, ചേട്ടന്ന് പോയല്ലോ, ഇല്ലിക്കല്ല്, ഇഴുവില, പൂഞ്ചിറ ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്തുകളിലായി അതീവ പ്രകൃതി ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. വാഗമൺ ഇടുക്കി അല്ലേ? വാഗമൺ ഇടുക്കിയല്ല, വാഗമണിൻ്റെ പകുതി തീക്കോയ് പഞ്ചായത്താണ്, പകുതി ഇടുക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യും? റബ്ബർ കർഷകർ, റബ്ബർ കർഷകർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, റബ്ബർ കർഷകർക്ക് വേണ്ടി ഈ മാനിഫെസ്റ്റോയിൽ തന്നെ BJP ഒരു പ്രപ്പോസൽ പറയുന്നുണ്ട്. പക്ഷേ റബ്ബറിന് ഭാവിയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആണോ? കാരണം നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്ത് ഇത് ഒരിക്കലും ലാഭത്തിലാക്കാൻ പറ്റില്ല. ഇതിന് എന്നാ ചെയ്യാൻ പറ്റില്ല? കപ്പയിടാൻ പറ്റത്തില്ല, കൊരങ്ങനൊക്കെ പറിച്ചു തലേ വെച്ചോണ്ട് പോവുക. അതല്ല, തേങ്ങ അവൻ തെങ്ങ കയറിയിട്ട് ഞാൻ കാണുന്നത്, ഞാൻ ഒരിക്കലും പോയി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തെങ്ങ കയറിയിട്ട് തേങ്ങ ഇങ്ങനെ ചുരുട്ടി വലിച്ചെറിയുക. പാലാട് ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിന്, ചേട്ടനറിയാം, നിങ്ങളുടെ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അനുഗ്രഹീതമായ ഭൂമിയാണ്. 9 മാസം മഴ, 3 മാസം കൃത്യമായ വെയിൽ, 15 ഡിഗ്രി താഴെ തണുപ്പ് പോവില്ല, 40 ഡിഗ്രി കൂടുതൽ ചൂട് പോവില്ല. ഇങ്ങനെയൊരു നാട് ലോകത്തെവിടെയില്ല. അതായത് അനുഗ്രഹീത ഭൂമിയാണ്. കാർഷിക മേഖല, പ്രത്യേകിച്ചും ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് ഇതുപോലെ അനുയോജ്യമായൊരു സ്ഥലമില്ല. ഇപ്പോൾ ഇവർ ഈ LDF ഗവൺമെൻറ് ഈ തോട്ടം പ്ലാന്റേഷൻ ആക്ട് ഭേദഗതി ചെയ്ത് നമുക്ക് ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള സമ്മതിക്കുന്ന നിയമ ഭേദഗതി ഒന്ന് കഴിഞ്ഞ പ്രകടന പത്രത്തിൽ പറഞ്ഞ തൊട്ടിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്കൊരു ഏക്കറിൽ നിന്നും 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിലേക്ക് നീങ്ങാൻ പറ്റും. പാലായിൽ ഇതിന് വെയർ ഹൗസിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. പാലായിൽ ഇതിന് ഓപ്ഷൻ സെൻ്ററുകൾ ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് കൃഷി ചെയ്താൽ ഇത് എന്ത് ചെയ്യണമെന്ന് ജനത്തിന് അറിയാൻ പറ്റാത്ത ഫാം പ്രൊഡ്യൂസേഴ്സ് കമ്പനിയൊക്കെ തുടങ്ങാനുള്ള സ്കോപ്പ് കിടപ്പുണ്ട്. അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് 2% ഇൻട്രസ്റ്റിന് 5 കോടി രൂപ വരെ നമുക്ക് കേന്ദ്ര സർക്കാർ തരും ഫ്രീസിംഗ് യൂണിറ്റ് തുടങ്ങാൻ. നമുക്കുണ്ടോ ഫാം പ്രൊഡ്യൂസർ കമ്പനി? ഫാം പ്രൊഡ്യൂസർ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഓൾറെഡി നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കാർഷിക രംഗത്ത് നമുക്കൊരു തിരിച്ചു വരവ്, ഞാൻ ഏറ്റവും അധികം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ഞാൻ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നതും അതിലാണ്. നമ്മുടെ വിദേശത്ത് പോയ ചെറുപ്പക്കാർ ഇനി പോകാതിരിക്കണം, പോയ ചെറുപ്പക്കാർ ഒരു സമയത്ത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാക്കണം. പാലായെക്കുറിച്ച് വേറെ എന്താ സ്വപ്നമുള്ളത്? പാലായിലെ റോഡൊക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? റോഡൊക്കെ ബേസിക് കുഴപ്പം. പക്ഷേ പാല എറണാകുളത്തിൻ്റെ ഉപഗ്രഹ നഗരമാണ്. അതെ, പാല എറണാകുളം കണക്ടിവിറ്റി വളരെ മോശമാണ്. ഇപ്പോഴും പാല എറണാകുളത്തിന് കണക്ടിവിറ്റി ദയനീയമാണ്. പാല എറണാകുളം ഇല്ല, എറണാകുളം കോട്ടയം ഇല്ല, ദയനീയമാണ്. എറണാകുളം പത്തനംതിട്ടയില്ല. എന്തൊരവസ്ഥയാണ് ചില എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് പാല വരെയുള്ള റോഡുകൾ വലിയ കുഴപ്പമില്ല, നല്ല വഴിയാണ്. പാല ടു എറണാകുളം കണക്ട് ചെയ്യാൻ പറ്റിയാൽ പത്തനംതിട്ട എറണാകുളം കണക്ട് ആവും. അപ്പോൾ ഒരു നാഷണൽ ഹൈവേ പ്രപ്പോസൽ നിലവിലെ റോഡുകൾ വൈഡൻ ചെയ്തോ അല്ലാതെയോ പാലായിൽ നിന്നും നമുക്ക് എറണാകുളത്തേക്ക് ഒരു നല്ല കണക്ടിവിറ്റി, അത് ഞാൻ പാലായ്ക്ക് കൊടുക്കുന്ന എൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ്. അത് തീർച്ചയായിട്ടും അടുത്ത 5 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നല്ലൊരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ ശബരി റെയിൽപാത ഇപ്പോൾ ഓണായിട്ടുണ്ട്. അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ ശബരി റെയിൽപാത അത് ജനങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ പരമാവധി നാശനഷ്ടങ്ങൾ കുറച്ച് ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കണം. ആ റെയിൽപാത അത് എരുമേലി കൊണ്ട് അവസാനിച്ചാൽ പോരാ, അത് തിരുവനന്തപുരത്തേക്കും അത് ദീർഘിപ്പിക്കുന്ന രീതിയിൽ അത് കണക്ട് ചെയ്യാൻ കഴിയണം. ഈ പഴയ കേരള കോൺഗ്രസ് പ്രവർത്തകരായിരുന്നല്ലോ എല്ലാവരും, അവരൊക്കെ എല്ലാം, കാരണം ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലത്തൊക്കെ അവിടെയൊക്കെ കേരള കോൺഗ്രസ്സുകാരുടെ ഏക ആശ്രയം ഷോണായിരുന്നു. അവരെല്ലാം മിക്കവരും പോയതിൻ്റെ വിഷമമില്ല, അത് അവരെല്ലാം കൂടെ ഉണ്ടോ പകുതി പേരും? ഇപ്പോൾ പാലായിൽ സമാന്തരമായി മുഴുവൻ പഴയകാല കേരള കോൺഗ്രസ്, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ റോസ് ചേട്ടനാണെങ്കിലും ഇപ്പോൾ അപ്പുചേട്ടനാണെങ്കിലും
ഞങ്ങൾ ഈ കേരള ഇപ്പോൾ മോൻസ് ആണെങ്കിലും ഞങ്ങൾ ഈ കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഇപ്പോഴും ഒരു സഹോദര ബന്ധമുണ്ട്. അത് രാഷ്ട്രീയമൊന്നുമല്ല. രാഷ്ട്രീയത്തെ നമ്മൾ റോഡിലിറങ്ങി അങ്ങോട്ട് കൂടി ചെയ്ത് വിളിക്കായിരിക്കും. ഞങ്ങളെല്ലാം തമ്മിൽ അങ്ങനെ ഒരു ബന്ധം, ആത്മബന്ധം തമ്മിലില്ലാത്ത ജോസ് കെ മാണി മാത്രമേ ഉള്ളൂ. കാരണം പുള്ളി ഏതോ കാലത്ത് 40-45 വയസ്സായപ്പോൾ പറഞ്ഞു ബന്ധമില്ലെന്ന്. അല്ല, ആരും പേഴ്സണൽ കണക്ഷൻ ഇല്ല ആളുകളായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചേട്ടൻ ഞാനോട് നല്ല കണക്ഷനാണ്. ഞങ്ങളൊരു 2-3 ആഴ്ച കൂടുമ്പോൾ ചേട്ടാ എന്നോട് വിശേഷം ചോദിക്കും. രാഷ്ട്രീയം പറയല്ല, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ തെറ്റും, അത് വേറെ ശരി. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ റോഷ് ചേട്ടനാണ്, മോൻസ് ആകട്ടെ, ഉണ്ണിയാടനാകട്ടെ, ചാഴികാടനാകട്ടെ, എല്ലാവരും എടുത്ത് നോക്കിയോ, ഞങ്ങളെല്ലാം തമ്മിൽ ഇപ്പോൾ വിക്ടർ തോമസ് ആകട്ടെ, എല്ലാവരും തമ്മിലൊരു ബന്ധമുണ്ട്. അതൊരു സഹോദര ബന്ധമാണ്. അത് പഴയ കേരള കോൺഗ്രസ് സ്നേഹമാണ്. ആ മനസ്സുകളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പാലായിലാണെങ്കിലും ആ കേരള കോൺഗ്രസ് പ്രവർത്തകർ ഞാനുമായി ബന്ധമില്ലാത്ത ഒരൊറ്റ മാണി ഗ്രൂപ്പുകാരൻ പാലായില്ല പേഴ്സണലായിട്ട്. അവരെല്ലാം വോട്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ അവിടെ എന്നോട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചവരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടി നിൽക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവരൊക്കെ മനസ്സെൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അത് സംശയം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പാണ്, എല്ലാ പ്രാർത്ഥനകളും. ഈ അപ്പനെ മോനോട് എങ്ങനെ മത്സരിക്കും എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ഇപ്പോഴാണ്. അപ്പനെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, ഞാൻ പാലായി. അപ്പനെ രണ്ടുപേരുടെ അപ്പൻ്റെ വോട്ടറാണ് ചേട്ടൻ. അതെ അതെ, എൻ്റെ വീട്ടിലെല്ലാവരും അതല്ല, അവിടെ ആണല്ലോ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയ വോട്ടും BJP വോട്ടർ കിട്ടിയാൽ മതി അല്ലേ, ജയിക്കാം. പക്ഷേ സാഹചര്യം മാറി. പക്ഷേ ചില ആളുകൾ ബോധപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. അല്ല, അത് വരട്ടെ, നോക്കാം. നമുക്കും ബോധപൂർവ്വം അവിടെയും ശ്രമിക്കും, ഇവിടെയും ശ്രമിക്കുമല്ലോ. എല്ലാ വശത്തും ശ്രമങ്ങളുണ്ടാകും. ഇത്തവണ BJP സാധ്യത എങ്ങനെയാണ് കാണുന്നത്? കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കത് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ജയിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ സാബു ചേട്ടനെ കൂടെ വരുമ്പോൾ, അതായത് 2020 കൂടെ വരുമ്പോൾ 92 സീറ്റുകളിൽ BJPക്ക് ജയിക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അവിടേക്ക് നല്ല കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റണം. ശരി, ഇപ്പോൾ പാലായിൽ ഷോൺ ജോർജിൻ്റെ പേര് മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? 24,000 വോട്ടും കൊണ്ട് ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 75% സ്ഥാനാർത്ഥി, 25% പൊളിറ്റിക്സുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 75% പൊളിറ്റിക്സും 25% സ്ഥാനാർത്ഥിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50% പൊളിറ്റിക്സും 50% സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. അപ്പോൾ ആശംസകൾ ഉണ്ടാവട്ടെ, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.